In light of the persistent outcry surrounding the casting couch, which has gained renewed attention since the release of the Hema Committee report, two other pressing issues also demand focus: illegal bans and wage disparity. Today, I am joined by V.S. Sanuj, a senior journalist and a filmmaker, whose film Ariga, produced under the Kerala State Film Development Corporation, popularly known as KSFDC, was controversially shelved by the KSFDC board. We will delve into the circumstances that led to the film's suppression, explore the underlying politics, and uncover why Ariga never made it to the public eye. Sanuj, welcome to India Today So South. Yeah, thank you. അരിക് എന്ന സിനിമയ്ക്ക് ശരിക്കും എന്താണ് സംഭവിച്ചത്? എന്തുകൊണ്ട് അത് തിയേറ്ററുകൾ ചിത്രീകരിക്കാനാകുന്നില്ല? അരിക് എന്ന് പറയുന്ന സിനിമ സർക്കാരിന്റെ ഒരു പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് സെലക്ട് ചെയ്യപ്പെട്ട സിനിമയാണ്. അതായത് 2021 അത് അനൗൺസ് ചെയ്യും. ആ സമയം വരേക്ക് രണ്ട് തവണയായിട്ടുള്ള പ്രോജക്ട്സുകൾ എന്ന് പറയുന്നത് സ്ത്രീകളുടെ സിനിമകൾ എന്ന രീതിയിൽ ഒരു പാക്കേജ് മാത്രമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. അതിനുശേഷം SC/ST വിഭാഗത്തിൽ നിന്നുള്ള ഫിലിം മേക്കേഴ്സിനെയും കൂടെ അവരുടെ ഒരു എംപവർമെന്റിന്റെ ഭാഗമായിട്ട് ഒരു പ്രോജക്റ്റ് സർക്കാർ ഉണ്ടാക്കുകയും അത് ഇന്ത്യയിൽ തന്നെ ഒരുപക്ഷെ ആദ്യത്തെ ഒരു പ്രോജക്റ്റ് ആയിരിക്കാം എന്ന് തോന്നുന്നു. നേരത്തെ ചില സബ്സിഡൈസ്ഡ് പ്രോഗ്രാമുകളൊക്കെ ചില സ്റ്റേറ്റുകൾ നടത്തുന്നുണ്ട്. പക്ഷെ അത് അത്ര കൺവീനിയന്റ് ആയിട്ടോ അല്ലെങ്കിൽ ആ രീതിയിൽ വലിയ രീതിയിൽ ഫിലിം മേക്കേഴ്സിന് അത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഈ പ്രോജക്റ്റ് വലിയൊരു മാതൃകയായിട്ടുള്ള ഒരു പദ്ധതിയാണ്. അത് അങ്ങനെയാണ് അനൗൺസ് ചെയ്യപ്പെടുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് അരിക് സെലക്ട് ചെയ്യപ്പെടുന്നത്. അത് അവര് പറഞ്ഞത് പ്രകാരം ഒരു 100ഓളം തിരക്കഥകൾ, 120ഓളം തിരക്കഥകൾ അവർക്ക് ലഭിക്കുകയും അതിൽ നിന്ന് അവര് ഒരു സ്കൂട്ടറിങ് കഴിഞ്ഞിട്ട് 79 തിരക്കഥകൾ അവർ സെലക്ട് ചെയ്തിട്ട് ആ സെലക്ട് ചെയ്ത അതിന്റെ ഫൈനൽ പ്രോസസ്സിലേക്ക് അത് സെലക്ട് ചെയ്തിട്ട് പിന്നീട് പല ഘട്ടങ്ങളായിട്ട് അതിന്റെ ഒരു പ്രോസസ്സ് നടക്കുകയാണ്. സെലക്ഷൻ പ്രോസസ്സ് ഏതാണ്ട് ഒരു 6 ഘട്ടങ്ങളായിട്ടാണ് നടന്നത്. അതായത് ഇതിന്റെ നമ്മൾ പിച്ച് ഡോക്ക് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അറിയാമല്ലോ, ഇപ്പോൾ OTT പ്ലാറ്റ്ഫോമിനൊക്കെ പ്രോജക്റ്റ് ചെയ്യുന്ന പോലെയാണ്. ഫസ്റ്റ് ഒരു ഇന്നക്ഷൽ പോലെ ഒരു ഏറ്റവും ചെറിയ ഒരു സിനോപ്സിസ് അയക്കുന്നു. അതിനുശേഷം അതിന്റെ കൂടുതൽ അത് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടുള്ള ഡീറ്റെയിൽ സിനോപ്സിസ് അയക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പറയുന്ന പ്രിമൈസ് എന്ന് പറഞ്ഞിട്ടുള്ള എന്താണ് ആ സിനിമയുടെ പശ്ചാത്തലം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചേർത്തിട്ടുള്ള ഓരോ ഘട്ടങ്ങളായിട്ട് അയക്കുന്നു. അതിനുശേഷം ഒരു 5 ദിവസത്തെ വർക്ക്ഷോപ്പ് അവർ കണ്ടക്ട് ചെയ്യുന്നു. മോസ്റ്റ്ലി അതെല്ലാം തന്നെ നോൺ മലയാളി ഫിലിം മേക്കേഴ്സും റൈറ്റേഴ്സും ഡയറക്ടേഴ്സും ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ഒരു സെഷൻ. ആ സെഷന് ശേഷം നമുക്ക് 20 days വിതിൻ 20 days നമ്മൾ സ്ക്രിപ്റ്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള അറിയിപ്പ് വരുന്നു. അങ്ങനെ 20 ദിവസം കൊണ്ടാണ് ഈ തിരക്കഥ എഴുതുന്നത്. അതിനുശേഷമാണ് ഈ പറഞ്ഞ പോലെ അവർക്ക് കൂടുതൽ സ്ക്രിപ്റ്റുകൾ ലഭിക്കുന്നു. അവർ സ്ക്രൂട്ടനി ചെയ്തിട്ട് 79 സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്തിട്ട് ഫൈനൽ ജൂറിക്ക് സബ്മിറ്റ് ചെയ്യുന്നു. ആ ജൂറിയാണ് അതിൽ നിന്ന് 2 സിനിമകൾ സെലക്ട് ചെയ്യുന്നത്. അത് നമുക്കെല്ലാം അറിയാവുന്ന മലയാളത്തിലെ ഏറ്റവും വലിയ തിരക്കഥ എഴുത്തുകാരിൽ ഒരാളായിരുന്ന ജോൺ പോൾ സാറാണ് ജൂറി ചെയർമാനായത്. അദ്ദേഹം മരിച്ചുപോയി. ജോൺ പോൾ സാർ, അതുപോലെ തന്നെ ഡോക്ടർ ബിജു, ഭാഗ്യലക്ഷ്മി, കുക്കു പരമേശ്വരൻ, ഷെറി, ഡയറക്ടർ ഷെറി, ഇത്രയും പേരുടെ ഒരു പാനൽ അതിൽ നിന്ന് അവർ സെലക്ട് ചെയ്യുന്നു. എനിക്ക് തോന്നുന്നത് 15ഓളം പേരുടെ ഒരു ലിസ്റ്റ് വീണ്ടും ഉണ്ടാക്കുന്നു. അതിനുശേഷം 2 സെഷൻ ഇന്റർവ്യൂകൾ കഴിയുന്നു. അതിനുശേഷമാണ് ഫൈനൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വരുന്നത്. അങ്ങനെയാണ് ഒന്നാമതായിട്ട് അരിക് എന്ന് പറയുന്നത് സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യപ്പെടുന്നത്. അത് മിനിസ്റ്റർ ഒരു വാർത്താ സമ്മേളനത്തിൽ അനൗൺസ് ചെയ്യുമ്പോഴാണ് ഞാനത് അറിയുന്നത്. ഞാൻ ആ സമയത്ത് ഏഷ്യാനെറ്റിലാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ ഏഷ്യാനെറ്റിൽ ഞാനത് അറിഞ്ഞില്ല, അത് അവർ നമ്മളെ അറിയിച്ചിരുന്നില്ല എന്നാണ് അനൗൺസ് ചെയ്യാന്നുള്ള കാര്യം. അപ്പൊ ഏഷ്യാനെറ്റിലെ വാർത്തയായിട്ട് അവർ അവിടെ നിന്ന് വിളിച്ച് ചോദിക്കുമ്പോഴാണ് ഇതാണ് സെലക്ട് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നത്. അങ്ങനെയാണ് ആ പ്രോസസ്സിലേക്ക് കടന്നത്. പിന്നീട് 2022 ജനുവരി ഫെബ്രുവരിയോട് കൂടെ ഞാൻ റിസൈൻ ചെയ്തു ഏഷ്യാനെറ്റിൽ ബിക്കോസ് ഓഫ് ദിസ് പ്രോജക്റ്റ്. കാരണം മാർച്ചിൽ സ്റ്റാർട്ട് ചെയ്യണം, കാരണം ഫിനാൻഷ്യൽ ഇയറിൽ നമുക്ക് സിനിമയുടെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷെ പിന്നെ അതിന്റെ മറ്റ് പ്രോസസ്സുകൾ നീണ്ടുപോവുകയും അത് പിന്നീട് 2022 ഓഗസ്റ്റിലാണ് ആ സിനിമയുടെ ഷൂട്ട് ആരംഭിക്കുന്നത്. അതെ, അത് കഴിഞ്ഞ ഷൂട്ട് നടക്കുന്നു. പിന്നീട് അതിന് 2 ഷെഡ്യൂൾ ഉണ്ടായിരുന്നു. അതിന്റെ അടുത്ത ഷെഡ്യൂൾ പിന്നെ ഷൂട്ട് ചെയ്യുന്നത് 2023 ഏപ്രിലാണ്. അതായത് ഓഗസ്റ്റിൽ കൊല്ലങ്കോട് നമ്മൾ 21 ദിവസത്തെ ഷെഡ്യൂൾ, അതായത് 25 ദിവസമെങ്കിലും അതിന് ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടി കേരളത്തിലെ ഷെഡ്യൂൾ വേണം എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ 21 ദിവസം ലിമിറ്റ് ചെയ്തു. കാരണം ടോട്ടൽ 25 ദിവസം മാത്രമാണ് ഷൂട്ട് ചെയ്യാൻ പെർമിഷൻ ഉള്ളൂ എന്നാണ് KSFDC പറഞ്ഞിരുന്നത്. ഫുൾ സിനിമ. അപ്പൊ അതെ, ഹോൾ സിനിമ. അപ്പോ നമുക്ക് ഓൾറെഡി
UP-യിൽ ഷെഡ്യൂൾ ഉണ്ട്. അതിന് പ്രധാനപ്പെട്ട ഒരു ക്ലൈമാക്സ് പോർഷൻ ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു. അതിന് നമുക്ക് സമയം ആവശ്യമുണ്ട്. അപ്പോൾ 21 ദിവസമാക്കി ലിമിറ്റ് ചെയ്തു. അങ്ങനെയാണ് ഓഗസ്റ്റിൽ ഷൂട്ട് തീർന്നു. ഷൂട്ട് തീർന്നിട്ട് ഞാൻ ഒക്ടോബറിൽ അതിന്റെ സെക്കൻഡ് ഷെഡ്യൂൾ ലക്നൌവിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ള പെർമിഷന് വേണ്ടിയിട്ട് പലതവണ മെയിലുകൾ അയച്ചിരുന്നു. ആ സമയങ്ങളിൽ അത് നിലവിലുള്ള ഷെഡ്യൂളിന്റെ ബാക്കി കാര്യങ്ങൾ, അതിന്റെ അസസ്മെന്റ്, അതിന്റെ ഫിനാൻഷ്യൽ പ്രൊസീജിയേഴ്സ് എല്ലാം പ്രോസസ്സ് നടക്കുകയാണ് എന്നുള്ള ഒരു മറുപടി ലഭിച്ചു. പക്ഷേ ഇത് ഒരുപാട് സിനിമ പ്രവർത്തകര് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് എന്നുള്ള നിലയ്ക്ക് ആർട്ടിസ്റ്റുകളുടെ അവൈലബിലിറ്റി, അവരുടെ ഡേറ്റ്, ടെക്നീഷ്യന്മാരുടെ ഡേറ്റ്, ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ട് വേണമല്ലോ നമ്മളൊരു ഷെഡ്യൂൾ ഉണ്ടാക്കാൻ. അപ്പോൾ അത് നമ്മൾ പ്ലാൻ ചെയ്തതിൽ നിന്ന് ഈ ഇത്തരത്തിലുള്ള തടസ്സങ്ങൾ കാരണം നീണ്ടുപോയി. പിന്നീട് നവംബർ കഴിഞ്ഞ ഡിസംബറിലാണ് പിന്നീട് പെർമിഷൻ ഗ്രാൻഡ് ചെയ്യുന്നത്. പെർമിഷൻ ഗ്രാൻഡ് ചെയ്ത സമയത്ത് ഈ പ്രധാനപ്പെട്ട ആർട്ടിസ്റ്റുകളായിട്ടുള്ളത് അവരും അതിന്റെ ക്യാമറ പേഴ്സണും മറ്റ് സിനിമകളുടെ പ്രോജക്റ്റുകളിലേക്ക് പോവുകയും അത് വീണ്ടും നീണ്ടുപോകുന്ന ഒരു സാഹചര്യം വരികയും ചെയ്തു. അങ്ങനെയാണ് ഏപ്രിലിലേക്ക് മാറുന്നത്. ഏപ്രിലിൽ അത് കഴിഞ്ഞ് പോസ്റ്റ് പ്രൊഡക്ഷൻ പരിപാടികളെല്ലാം, അതായത് ഫസ്റ്റ് ഷെഡ്യൂളിന്റെ ഡബിങ് ഈ ഗ്യാപ്പിൽ, അതായത് സെക്കൻഡ് ഷെഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ചിത്രാഞ്ജലിയിൽ തീർത്തിരുന്നു, വൈകണ്ടാന്ന് കരുതിയിട്ട്. സെക്കൻഡ് ഷെഡ്യൂൾ എന്തായാലും സിനിമയ്ക്ക് ചെയ്യണമല്ലോ, കാരണം ഇത് ഓൾറെഡി അപ്രൂവ്ഡ് ആയ സിനിമയും സ്ക്രിപ്റ്റുമാണ്. സെക്കൻഡ് ഷെഡ്യൂൾ ഉണ്ടെന്നുള്ളത് അവർക്കറിയാം. പിന്നെ എന്തിനാണ് അത് ഇത്രയും കാലതാമസം എന്ന് ഒരിക്കലും മനസ്സിലായിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് തന്നെ കുറെ മെയിലുകൾ അയച്ചതിനൊന്നും മറുപടി വന്നില്ല. എന്തിനാണ് ഒരു സെക്കൻഡ് ഷെഡ്യൂളിന് ഒരു പെർമിഷൻ കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ജസ്റ്റ് ഒരു ഫയൽ പ്രൊസീജിയർ മാത്രമാണ്. ബിക്കോസ് ഓൾറെഡി അലോട്ടഡ് ഫണ്ട് ഈ പറയുന്ന സെക്കൻഡ് ഷെഡ്യൂളിന് വേണ്ടി അലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അലോട്ട് ചെയ്തിട്ടുണ്ട്, അതിന്റെ ബാക്കി കാര്യങ്ങൾ അറിയാം, ഇതിന്റെ എന്താണ് ഇതിന്റെ ലോജിസ്റ്റിക്സ് എന്ന് അറിയാം. എന്നിട്ട് പോലും 4 മാസം 5 മാസം 6 മാസം കഴിഞ്ഞിട്ടാണ് പിന്നീട് ഈ ഷൂട്ട്, അതായത് ആ സമയത്ത് ഇത് പലതവണ KSFDCക്ക് മെയിൽ അയച്ചിട്ടും ഈ ഷൂട്ടിന് പെർമിഷൻ ലഭിക്കാത്തൊരു സാഹചര്യം വന്നപ്പം അന്ന് SC/ST വെൽഫെയർ മിനിസ്റ്റർ ആയിട്ടുള്ള K. രാധാകൃഷ്ണന് ഞാൻ കാണുകയും അദ്ദേഹത്തിന് ഒരു നിവേദനം കൊടുക്കുകയും ചെയ്തു. അപ്പൊ അദ്ദേഹത്തെ നേരത്തെ പരിചയമുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് അവിടേക്ക് അവർ ചോദിച്ചു എന്താണ് അതിന് തടസ്സം. അവരൊരു റിമൈൻഡ് ചെയ്തുകൊണ്ടൊരു കത്ത് അയക്കുകയും ആ കത്തിന്റെ ഒരു അതായത് അക്നോളജ് ചെയ്തിട്ടുള്ള ഒരു റെസിപ്റ്റ് എനിക്ക് ഇത് ഇങ്ങനെ ഒരു കിട്ടിയിട്ടുണ്ട്, ഈ ഒരു ആപ്ലിക്കേഷൻ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് എനിക്കൊരു അത് അക്നോളജ് ചെയ്തിട്ടുള്ള റെസിപ്റ്റ് അയച്ചു തരികയും ചെയ്തു. ഒപ്പം തന്നെ അന്ന് മിനിസ്റ്റർ MP രാജേഷിനെ കണ്ട സമയത്ത് ഞാൻ അദ്ദേഹം എൻ്റെ അടുത്ത് ഇങ്ങനെ കണ്ടപ്പോൾ പരിചയമുള്ളത് കൊണ്ട് എന്താ ഈ സിനിമ എന്നൊക്കെ ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെ സെക്കൻഡ് ഷെഡ്യൂളിന്റെ പെർമിഷന് വേണ്ടി വെയിറ്റ് ചെയ്യണം, അത് കുറെ ആയിട്ട് നടന്നിട്ടില്ല എന്ന് പറഞ്ഞു. അതെന്താണ് എന്ന് സംബന്ധിച്ച് പുള്ളി അവിടെ വിളിച്ച് ചോദിച്ചു എന്നാണ് പറയുന്നത്. വിളിച്ച് ചോദിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ഇവരെന്നെ വിളിപ്പിക്കുന്നത്. ഷാജി സാറിന്റെ മീറ്റിങ്ങിന് എന്നെ വിളിപ്പിക്കുന്നു. നിങ്ങൾ എന്തിനാണ് നിങ്ങൾക്ക് സെക്കൻഡ് ഷെഡ്യൂളിന്റെ പെർമിഷൻ ആയില്ല എന്ന് പറഞ്ഞത്. ഷാജി സാറിന്റെ മീറ്റിങ്ങിന് ഞാൻ പോകുന്നു. ശംഭു പുരുഷോത്തമൻ ഉണ്ട് അവിടെ, ഫിലിം ഓഫീസർ, അദ്ദേഹം ഫിലിം മേക്കറാണ്. അതിന്റെ പ്രൊഡക്ഷൻ ലൈൻ പ്രൊഡ്യൂസർ ആയിട്ടുള്ള പ്രൊഡക്ഷൻ കൺട്രോളർ ഉണ്ട് അവിടെ. പ്രൊഡക്ഷൻ കൺട്രോളറുടെ ഭാഗത്ത് നിന്ന് വളരെ സപ്പോർട്ടിംഗ് ആയിരുന്നു. ഈ സിനിമയുടെ എല്ലാ സമയത്തും അവർ അദ്ദേഹം S. മുരുകൻ വളരെ നല്ല രീതിയിലാണ് എന്നെ സപ്പോർട്ട് ചെയ്തത്. അപ്പം എന്നോട് കണ്ടിട്ട് നമ്മുടെ എന്താണ് നിങ്ങളുടെ ലക്നൗ ഷെഡ്യൂളിന്റെ മൊത്തത്തിലുള്ള മൊഡ്യൂൾ എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിച്ചു. അന്നേരം പുള്ളി ലാസ്റ്റ് എന്നോട് ഷാജിൻ കരുണും ചോദിക്കുന്നത് നിങ്ങൾ എന്തിനാണ് മിനിസ്റ്ററോട് ഈ കാര്യം സംസാരിച്ചതെന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു മിനിസ്റ്ററുടെ അടുത്ത് ഈ കാര്യം പറയാതെ പിന്നെ എന്താണ് ചെയ്യുന്നത്, നിങ്ങളുടെ അടുത്ത് പലതവണ മെയിൽ അയച്ചിട്ട് നിങ്ങൾ ഇതിനെ റെസ്പോണ്ട് ചെയ്യുന്നില്ല. അവരെ പരിചയമുള്ളതുകൊണ്ടും കൂടെ ഞാൻ അവരോട് ഈ കാര്യം പറഞ്ഞു, അതുകൊണ്ടായിരിക്കും അവർ ചോദിച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെയാണ്. അപ്പോൾ അതേസമയം അതിന്റെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ഉണ്ട്, അവരെ കണ്ടു. അപ്പൊ അവരെ കാണുമ്പോൾ അവർ പറഞ്ഞത് അല്ല സനോജിന്റെ സെക്കൻഡ് ഷെഡ്യൂളിന് പെർമിഷൻ ഗ്രാൻഡ് ചെയ്തിട്ടുള്ളതല്ലേ, അപ്പൊ ആ ഫണ്ടൊക്കെ കൊടുത്താൽ നമുക്ക് അതൊക്കെ നടത്തിക്കൂടെ എന്ന് അവർ പറയുന്നുണ്ട്. സാധാരണ ഇത്തരം ഹിൻഡ്രൻസ് ഉണ്ടാവുന്നത് ഫിനാൻഷ്യൽ ഓഫീസേഴ്സ് ആണ് സാധാരണ, അത് പൈസ കൊടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അത് ഇത്രയാവും അങ്ങനെയൊക്കെ പറയാറ്. പക്ഷെ അത് ഓൾറെഡി അലോട്ടഡ് ആയതുകൊണ്ടായിരിക്കാം അവർക്ക് അതിനകത്ത് പ്രശ്നം ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. അപ്പോഴും ഫിലിം ഓഫീസർ പറയുന്നത് വരട്ടെ, നമ്മൾ സാറുമായിട്ട് സംസാരിച്ചിട്ട് പിന്നെ തീരുമാനിക്കാമെന്ന്. ഞാൻ പലതവണ അവിടെ പോയി. അങ്ങനെ ഒരുപാട് വൈകിട്ടാണ് സെക്കൻഡ് ഷെഡ്യൂൾ നടക്കുന്നത്. അതിനുശേഷം പിന്നെ പോസ്റ്റ് പ്രൊഡക്ഷനിലേക്ക് കടന്നു. പോസ്റ്റ് പ്രൊഡക്ഷനിൽ ഒരുപാട് സമയം നീണ്ടുപോയി, കാരണം അതിന്റെ സൗണ്ടിന്റെ ഒക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് 1 വർഷം നീണ്ടുപോകുന്ന അവസ്ഥയിലാണ് അത് നീണ്ടിക്കൊണ്ടിരുന്നത്. കാരണം അവിടെ മറ്റ് സിനിമകളുടെ പ്രോജക്റ്റുകൾ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്നത് കൊണ്ട് പലപ്പോഴും സമയത്തിന്റെ പ്രശ്നം വന്നിരുന്നു. പക്ഷെ അവർ വളരെ ടെക്നീഷ്യന്മാരെല്ലാം നല്ല കോപ്പറേറ്റിംഗ് ആയിട്ടുള്ള ആൾക്കാരും നല്ല ടെക്നീഷ്യന്മാരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അവരുമായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ടെക്നിക്കലി അത് കുറെ കാലം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇപ്പൊ അരുൺ മോഹന്റെ പുതിയ സിനിമ, ഇപ്പൊ ഇറങ്ങിയ സിനിമ കംപ്ലീറ്റ് ആയിട്ട് തീരുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2022 ഓഗസ്റ്റിൽ ഓൾമോസ്റ്റ് ആ സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞതാണ്. അത് റിലീസ് ചെയ്യുന്നത് 2024 ഓഗസ്റ്റ് എൻഡിലാണ്. മനസ്സിലായില്ലേ?
ഇതിനെന്താണ് അതിന് കാരണം എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല എന്നുള്ളതാണ്. ലക്നൌവില് മറ്റൊന്ന് ഷൂട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയാ കഴിഞ്ഞത്? ലക്നൌവില് ഷൂട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര തമാശയായിരുന്നു. തമാശ മീൻസ് അതിന്റെ ഭീകരതയെക്കുറിച്ചാണ് ഞാൻ തമാശ എന്ന് പറയുന്നത്. കാരണം മനസ്സിലായി. 5 ദിവസം 4 ദിവസത്തെ ഷെഡ്യൂളാണ് പെർമിറ്റ് ചെയ്തത്. ആകെ ഉള്ളത് 7 ലക്ഷം രൂപ. ഏതാണ്ട് ഒരു 22, 24ഓളം ക്രൂ മെമ്പേഴ്സ് ഉണ്ട്, ഇൻക്ലൂഡിങ് ആക്ടേഴ്സ്. പിന്നെ അവിടെ താമസം, അവരുടെ എക്സ്പെൻസ്, ട്രാവൽ എക്സ്പെൻസ് എല്ലാം ഇൻക്ലൂഡിംഗ് ആണ്. അപ്പൊ അത് ഒരിക്കലും അങ്ങനെ ഒരു ക്രൂവിനെ വെച്ച് അവിടെ ഷൂട്ട് ചെയ്യലും ഒന്നും പോസിബിൾ ആയിരുന്നില്ല. പക്ഷെ അത് ഞാൻ സ്വന്തം നിലയ്ക്ക് എന്റെ പേഴ്സണൽ കോണ്ടാക്ട് വെച്ചിട്ട്, ഞാൻ UP-യിലെ സ്റ്റേറ്റ് കറസ്പോണ്ടന്റ് ആയിരുന്നു മാതൃഭൂമിയുടെ 4.5 വർഷം. ലക്നൌവിൽ എൻ്റെ ഓഫീസായിരുന്നു. അപ്പൊ എനിക്ക് അവിടെ കുറെ സൗഹൃദങ്ങളും അവിടെ സുഹൃത്തുക്കളുണ്ട്. താമസിക്കാൻ പറ്റുന്ന രീതിയിൽ ഞങ്ങളുടെ ക്രൂ മൊത്തം ഫ്രണ്ട്സിന്റെ ഫ്ലാറ്റുകളിലേക്ക് താമസിക്കുന്ന അവസ്ഥയും, അവരുടെ കൂടെ ഭക്ഷണം ഉണ്ടാക്കി അവരുടെ കൂടെ താമസിക്കുകയാണ് ചെയ്തത്. അവരെ ലൊക്കേഷൻ നോക്കാനെല്ലാം ഫ്രണ്ട്സിനെ കൊണ്ടുപോകുന്നു, അവരുടെ വണ്ടികൾ ഉപയോഗിക്കുന്നു. അഡീഷണൽ വണ്ടികൾ നമ്മൾ ഷൂട്ട് തുടങ്ങുന്ന ദിവസങ്ങളിൽ ഉപയോഗിച്ചു. പക്ഷെ അത് അത്രയും ക്രൂ മെമ്പേഴ്സ് ഉള്ളതുകൊണ്ട് അതിൽ തന്നെ നമുക്ക് ഒരുപാട്, എനിക്ക് വ്യക്തിപരമായി ഏതാണ്ട് ഒരു 1.5 ലക്ഷം രൂപയോളം കടം വന്നു ആ ഷെഡ്യൂളിൽ. കാരണം 5 ദിവസം നമ്മൾ ഷൂട്ട് ചെയ്തു. കാരണം അത്രയും കുറഞ്ഞ ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ നമുക്ക് ഷോട്ടുകൾ ആവശ്യമുണ്ടായിരുന്നു. 5-ാമത്തെ ദിവസത്തിന്റെ ബില്ലുകൾ പാസ്സാക്കിയില്ല. അത് പറഞ്ഞു 25 ദിവസം എന്ന് പറഞ്ഞു. 26 ദിവസമായാലും നമ്മൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. സിനിമ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു ബോക്സിനകത്തിട്ട് ഇങ്ങനെ പൂട്ടിട്ട് വെക്കുന്ന ഒരു സാധനമല്ല. അതിൽ ഇംപ്രൈസേഷൻ ഉണ്ടാവും. അതിൽ ബഡ്ജറ്റ് എക്സീഡ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ, ചെറിയ ബഡ്ജറ്റ് എക്സീഡ് ചെയ്യുക എന്നൊക്കെ പറയുന്ന സിനിമയുടെ ജനിതകത്തിലുള്ള കാര്യമാണ്. അപ്പോ പോലീസ് പെർമിഷൻ പ്രശ്നമാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് ഒരു സിനിമ ഷൂട്ട് ചെയ്യാൻ വരുമ്പോൾ പൊതുവെ UP പോലീസിന് ഉള്ള ഒരു മനോഭാവം എന്ന് പറയുന്നത് അറിയാമല്ലോ. അവിടെ എന്തോ ഒരു പ്രശ്നം നടക്കുന്നത് ഷൂട്ട് ചെയ്യാനായിരിക്കും വരാൻ സാധ്യത എന്നുള്ളതാണ്. നേരത്തെ എനിക്ക് ഒരു SP റാങ്കിലുള്ള, SSP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ പരിചയമുണ്ട്. നേരത്തെ ഞാൻ അവിടുത്തെ ചില വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനൊക്കെ ഭാഗമായിട്ട് പരിചയപ്പെട്ട ഒരു IPS ഓഫീസറാണ്. അദ്ദേഹം ഇപ്പൊ CBI ഡെപ്യൂട്ടേഷനിലാണ്. അദ്ദേഹത്തെ വിളിച്ച് അവിടുത്തെ ഒരു ADGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനോട് പറഞ്ഞ് അവര് പെർമിഷൻ, പേഴ്സണൽ കോണ്ടാക്ട് വെച്ച് പെർമിഷൻ വാട്സാപ്പ് ചെയ്തിട്ട് അതിന്റെ PDF ഫയൽ തന്നിട്ട് അത് വെച്ചാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് അവിടെ ടെക്നിക്കലി ആരുമില്ല. അപ്പൊ ഈ പ്രിപ്പറേഷൻ എല്ലാം നമ്മൾ ഇവിടെ നിന്ന് നടത്തി. നമ്മൾ എല്ലാവരുടെയും കൂടെ ചെറിയ മുറികളിലും ട്രെയിനിലൊക്കെ എല്ലാവരും കൂടെ ഒരുമിച്ച് ചെറിയ രീതിയിലൊക്കെ സംവിധാനം ഉപയോഗിച്ച് പോവുകയും ഒക്കെ ചെയ്തു. അതിൽ മേജർ ടെക്നീഷ്യൻസിനോ അല്ലെങ്കിൽ കുറച്ച് ക്യാമറ എക്യുപ്മെന്റ് കൊണ്ടുപോകാനും, അതുപോലെ മെയിനായിട്ട് അഭിനയിച്ച ആക്ട്രസിന്റെ മാത്രമാണ് ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ കൊടുത്തിട്ട് കൊണ്ടുപോയത്. അല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. ബാക്കി എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് പോയത്. എന്നിട്ടാണ് നമ്മൾ അവിടെ ഷൂട്ട് നടത്തിയത്. അതിൽ തന്നെ അവസാനത്തെ ദിവസത്തിന്റെ ബില്ല് പാസ്സാക്കിയില്ല. ആ പൈസ ഞാൻ കൊടുക്കേണ്ടി വന്നു. അവിടെ നിന്ന് വണ്ടി വിളിച്ച വാടക ഇനത്തിൽ പോലും എനിക്ക് മുഴുവൻ പൈസ ഇപ്പം കൊടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നീട് അതും എനിക്ക് നേരത്തെ അവിടെ ഈ മാതൃഭൂമിയുടെ ആവശ്യങ്ങൾക്ക് റിപ്പോർട്ടിങ്ങിനൊക്കെ പോയിട്ടുള്ള ഏജൻസികളെ പരിചയമുണ്ടായിരുന്നവരിൽ നിന്നാണ്, അവരെ വെച്ചിട്ടാണ് അവരത് കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരികയൊക്കെ ചെയ്തു. ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ ആ ഘട്ടങ്ങളിൽ നേരിട്ടിട്ടാണ് ആ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഈ പ്രോജക്റ്റുകളുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഫിലിം മേക്കേഴ്സും, ഞാൻ ഉൾപ്പെടെ, എല്ലാ കാര്യങ്ങളിലും ഓരോ ഘട്ടത്തിലും മെയിലുകൾ അയക്കും KSFDCക്ക്. അതായത് ഇതിനൊരു രേഖ വേണം. കാരണം മറ്റൊന്ന്, അവർക്ക് ഒഫീഷ്യലി ഒരു സർക്കാർ സംവിധാനത്തിൽ നമ്മൾ ഒഫീഷ്യലി ഒരു കാര്യം അറിയിക്കുക എന്നുള്ളത് അതിന്റെ ഒരു പ്രൊസീജിയറിന്റെ ഫോർമലൈസ് ചെയ്യുന്നതിന്റെ ഭാഗം. അപ്പോ മിക്കവാറും എല്ലാവരുടെ അവസ്ഥ ഞാൻ പറയുന്നത്, എനിക്ക് ഉൾപ്പെടെ, നമ്മൾ ഒരു 40-ഓ 50-ഓ മെയിൽ ഈ 2-3 വർഷത്തിനിടയിൽ അയച്ചിട്ടുണ്ടാവും. ഒരു മെയിലിന് പോലും ഇവർ മറുപടി അയക്കില്ല. ഇത്ര അൺപ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഉള്ള ഒരു സ്ഥാപനത്തെ നമ്മൾ കാണില്ല. ആകെ 2-3 മെയിലുകൾക്ക് എനിക്ക് മറുപടി വന്നത്, ഷാജി സാറ് നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അയക്കുന്ന മെയിൽ മാത്രം മറുപടി അയക്കും. അല്ലാത്ത നമ്മൾ കാര്യങ്ങൾ ഉന്നയിക്കുന്ന വളരെ പ്രൊഡക്റ്റീവായ, നമുക്ക് നമ്മുടെ കൺസേൺസ് ഉള്ള, നമുക്ക് ഇന്ന കാര്യങ്ങളാണ് വേണ്ടതെന്ന് പറയുന്നതോ അല്ലെങ്കിൽ ഇന്നത് എന്തായി എന്നുള്ള അപ്ഡേറ്റ് ചോദിക്കുന്നതോ ആയ മെയിലുകൾക്ക് അവിടെ നിന്ന് ഒരു ഉദ്യോഗസ്ഥൻ പോലും മെയിലിന് മറുപടി അയക്കില്ല. ആകെ അയക്കുക, ഇവരുടെ ഈഗോ കാണിക്കാൻ വേണ്ടി 2-3 മെയിലുകൾക്ക് മറുപടി അയച്ചു. നിങ്ങൾ ഡിസിപ്ലിൻ ഇല്ലാതെ കാണിക്കുന്നു എന്നൊക്കെ പറയാൻ വേണ്ടി മാത്രം. അല്ലെങ്കിൽ ഹലോ സർ എന്ന് ഇവിടുത്തെ ഒരു സംവിധായിക ഒരു മെയിൽ അയച്ചപ്പം തിരിച്ചു മറുപടി വന്നു, സർ എന്ന് വിളിക്കേണ്ട ഒരു വലിയ പോസ്റ്റിൽ ഇരിക്കുന്ന ഒരാളുടെ സർ എന്ന് വെക്കുന്നതിന് മുമ്പ് ഹലോ എന്ന് വെക്കുന്നത് എന്ത് പരിപാടിയാണ് എന്ന് ചോദിച്ചിട്ട് മെയിൽ അയക്കും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവരുടെ പ്രശ്നം. അല്ലാതെ എന്താണ് മെയിലിൽ ഉന്നയിച്ച വിഷയം എന്നുള്ളത് പ്രസക്തമല്ല. ഇത്തരത്തിലുള്ള പെറ്റി ഈഗോ ആണ് ഇവരെയൊക്കെ ഭരിക്കുന്നത്. അപ്പോൾ അത് തന്നെ ഒരു അൺപ്രൊഫഷണൽ സമീപനത്തിന്റെ ഭാഗമാണ്. നമ്മളൊരു വിഷയം ഉന്നയിച്ചാൽ അതിനെ ഏതെങ്കിലും തരത്തിൽ അതിനെ കൺസിഡർ ചെയ്യുകയോ അല്ലെങ്കിൽ അതിനുള്ള റിപ്ലൈ തരികയോ ചെയ്യാന്നുള്ളത് ഒരു ബേസിക്
ലോകത്തെ ഒരു മര്യാദയാണ്. അതില്ല. അപ്പൊ ഇവര് റേഡിയോന്റെ പോലെയാണ്. ഞങ്ങൾ പറയുന്നത് മുഴുവൻ നിങ്ങൾ കേൾക്കൂ എന്നുള്ളതാണ്. റേഡിയോയുടെ അടുത്ത് നമുക്ക് അങ്ങോട്ടൊന്നും പറയാൻ പറ്റില്ല. അതെ, കേൾക്കാൻ മാത്രമേ പറ്റൂ. അതെ. അപ്പോ ഇത് ശരിക്കും ലക്നൌവിൽ നടന്ന ഇഷ്യൂസ് തുടങ്ങി, അല്ലെങ്കിൽ ഓരോ സ്കെഡ്യൂളിൽ നടന്നിരിക്കുന്ന പ്രശ്നങ്ങളും എല്ലാം തന്നെ മെയിൽ ത്രൂ അവിടെ എത്തിച്ചിട്ടുണ്ട്, അറിയിച്ചിട്ടുണ്ട്. അറിയിച്ചിട്ടുണ്ട്. എല്ലാവരും മെയിലുകൾക്ക് തെളിവുകളുണ്ട്. ഇതെന്താണ് ഇത് നീണ്ടുപോകുന്നത്? ഒരാളുടെ കരിയറാണ്. ഞാൻ മാതൃഭൂമിയിൽ 12 വർഷം ജേർണലിസ്റ്റ് ആയിരുന്ന ഒരാളാണ്. ഏഷ്യാനെറ്റിൽ ജോലി ചെയ്തിരുന്ന ഒരാളാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത 2 സ്ഥാപനങ്ങളും നല്ല ശമ്പളമുള്ള 2 ജോലികളും രാജിവെച്ചിട്ടാണ് സിനിമ പ്രോജക്റ്റ് കിട്ടിയപ്പോൾ ഞാൻ ഇറങ്ങുന്നത്. അപ്പൊ അതെനിക്ക് 1.5 വർഷം കൊണ്ടൊക്കെ തീർക്കണമെന്നുണ്ടായിരുന്നു. അത് നടക്കാതെ പോകുന്ന ഒരു സാഹചര്യം വന്നിട്ട് ഞാൻ പലപ്പോഴും അവർക്ക് മേലെ ഈ പ്രത്യേകിച്ച് ഈ സെക്കൻഡ് ഷെഡ്യൂൾ നടക്കാതെ പോകുന്ന സമയത്തും പോസ്റ്റ് പ്രൊഡക്ഷൻ നീണ്ടുപോകുന്ന സമയത്ത് എനിക്ക് വരുമാനമില്ല. എനിക്ക് അടുത്തൊരു ജോബിന് കയറണമെങ്കിൽ ഇത് തീർക്കണം, അതുകൊണ്ട് ഇതിലൊരു തീരുമാനം എടുക്കണം എന്ന് പലതവണ ആവശ്യപ്പെടുകയും അത് മിനിസ്റ്റർ കെ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള എൻ്റെ അപേക്ഷയിൽ പോലും എൻ്റെ ഈ വ്യക്തിപരമായ ക്രൈസിസ്, അതായത് വരുമാനമില്ലാതെ 1-2 വർഷം ഇങ്ങനെ മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് എൻ്റെ ബുദ്ധിമുട്ടുകൾ ഉൾപ്പെടെ മെൻഷൻ ചെയ്തിരുന്നു. മറ്റൊന്ന്, ഈ ഓരോ ഘട്ടത്തിലും ഇതൊരു ഔദാര്യമാണ് എന്ന മട്ടിൽ ഉള്ള പെരുമാറ്റം എല്ലാ കാലത്തും എല്ലാ സമയത്തും ഇവരെ പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. ആദ്യം തന്നെ പറയും, നിങ്ങൾക്ക് കിട്ടിയ ഒരു വലിയ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്, അത് നിങ്ങൾ പരമാവധി യൂട്ടിലൈസ് ചെയ്യണം, നിങ്ങൾ കൂടുതൽ ചോദ്യം ചെയ്യാനും നിങ്ങൾ കൂടുതൽ ഡിമാൻഡ് ചെയ്യാനും നിൽക്കരുത്. ഒന്നാമത്തെ കാര്യം അതാണ്. അപ്പോ പിന്നെ ഓരോ ഘട്ടത്തിലും സാർ അത് ഇന്നത് വെച്ചിട്ടാണ് നമുക്കിത് ചെയ്യേണ്ടതെന്ന് പറയും ഇവിടെ 25 ലക്ഷം രൂപയ്ക്കും 50 രൂപയ്ക്കും സിനിമ ചെയ്യാൻ ആയിരക്കണക്കിന് ആളുകൾ തയ്യാറുണ്ട്, അപ്പോഴാണ് നിങ്ങൾക്ക് 1.5 കോടി രൂപ തരുന്നത് എന്നാണ്. ഈ 1.5 കോടി രൂപ തരുന്നെന്ന് പറഞ്ഞാൽ അതിന്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ ഫണ്ട് നമുക്ക് അനുവദിക്കുകയല്ല, അതിനൊരു ലൈൻ പ്രൊഡ്യൂസർ അവർ വെക്കുകയും ഒരു ഫിനാൻസ് കൺട്രോളർ വെക്കുകയും അവർ അലോട്ട് ചെയ്യുകയാണ് ഇത്ര പെർസെൻറ്റേജ് എന്ന് പറഞ്ഞിട്ട്. അതിൽ തന്നെ സാധാരണഗതിയിൽ നോർമലി ഒരു സിനിമ, ഒരു ഇൻഡിപെൻഡന്റ് പ്രൊഡ്യൂസറുള്ള ഒരു സിനിമയ്ക്ക് പോലും സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതുമാണ്. ഒപ്പം തന്നെ അതിന് എക്സ്പെൻസ് വരും. കാരണം ഇറക്കി നമുക്ക് ചെയ്യണം, ലൊക്കേഷൻ ഹണ്ടും പിന്നെ ഈ അസോസിയേറ്റ്സിനെ എല്ലാം വെച്ച് ഷെഡ്യൂളിങ്, മറ്റു രീതിയിലുള്ള എല്ലാത്തരം സ്കെഡ്യൂളുകളും ഉണ്ടാക്കുന്ന സമയത്തും ഇവരുമായി ചേർന്ന് നിന്നിട്ടാണ് നമ്മൾ താമസിച്ചാണ് ഇതൊക്കെ പ്രിപ്പയർ ചെയ്യുക. ഈ ഷൂട്ടിംഗ് സ്ക്രിപ്റ്റ് ആണെങ്കിലും അതിന്റെ ഷെഡ്യൂൾ മൊത്തം ഉണ്ടാക്കുന്നത്. ഈ ഘട്ടങ്ങളിലൊന്നും തന്നെ ഈ KSFDCയുടെ ഈ രീതി അനുസരിച്ച് പൈസ അലോട്ട് ചെയ്യില്ല. KSFDC ഷൂട്ട് തുടങ്ങാൻ പെർമിഷൻ തരിക തന്നെ മിക്കവാറും ഒരു 15 ദിവസം മുമ്പായിരിക്കും. ഇതുവരെയുള്ള എല്ലാ സിനിമകളുടെ ഡയറക്ടേഴ്സിനോട് നിങ്ങൾ ചോദിച്ചോളൂ, അതൊരു 15 ദിവസം മുമ്പോ 20 ദിവസം മുമ്പാണ് പെർമിഷൻ തരിക, വാക്കാൽ പെർമിഷൻ തരിക. പൈസ വരുന്നത് ചിലപ്പോൾ 5 ദിവസം മുമ്പായിരിക്കും. പിന്നെ എങ്ങനെയാണ് അതുവരെയുള്ള പ്രീ പ്രൊഡക്ഷൻ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും? അതിനൊപ്പം നമ്മൾ സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് പ്രീ പ്രൊഡക്ഷൻ നടത്തിയിട്ട് പിന്നീട് ക്ലെയിം ചെയ്യാമെന്ന് അവർ പറയും. ഈ ക്ലെയിം ചെയ്യുന്നതിന് സമയത്ത് സർക്കാരിന്റെ ഓഡിറ്റ് അറിയാമല്ലോ. നമ്മൾ കാണിക്കുന്ന പല ബില്ലുകളും ഇവർ ആക്സെപ്റ്റ് ചെയ്യില്ല. ഏറ്റവും നല്ലത് ശരിക്കും പറഞ്ഞാൽ പ്രീ പ്രൊഡക്ഷന് ഫണ്ട് അനുവദിക്കുകയാണ് വേണ്ടത്. ഒരു 3 മാസം മുമ്പെങ്കിലും അല്ലെങ്കിൽ 2 മാസം മുമ്പെങ്കിലും പ്രീ പ്രൊഡക്ഷൻ ഒരു സിനിമയ്ക്ക് മിനിമം ആവശ്യമുണ്ട്. അങ്ങനെ ഒരു സിനിമയ്ക്ക് 10 ദിവസം 15 ദിവസം മുമ്പായിരിക്കും ഇവര് ബേസിക് റിക്വയർമെന്റ്സ് പോലും ഇവര് കൺസിഡർ ചെയ്യും. അപ്പൊ പിന്നെ എങ്ങനെയാണ്? അപ്പൊ സത്യത്തില് ഇത്തരം സാഹചര്യങ്ങൾ ഇല്ലാത്ത, അത്തരം സാമ്പത്തികാവസ്ഥകൾ ഇല്ലാത്തവർക്ക് സിനിമ ചെയ്യാനുള്ള പ്രോജക്റ്റാണ്. അയാളോട് നിങ്ങൾ പോയിട്ട് നിങ്ങൾ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് പ്രീ പ്രൊഡക്ഷൻ തുടങ്ങും എന്ന് പറയുന്നത് ആ പ്രോജക്റ്റിന്റെ ഒരു സ്വഭാവത്തെ തന്നെ വെല്ലുവിളിക്കലാണ്. അങ്ങനെ ചെയ്യാനുള്ള ഒരു സാഹചര്യവും പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രോജക്റ്റ് KSFDCക്ക് വേണ്ടി ചെയ്യണോ? ഇൻഡിപെൻഡന്റ് വേറെ പ്രൊഡ്യൂസറെ വെച്ച് ചെയ്താൽ പോരെ? അത് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമുള്ള മനുഷ്യർക്ക് വേണ്ടി ഉണ്ടാക്കിയ പ്രോജക്റ്റ് അല്ലേ ഇത്? അതിന് ഷാജി സാർ പറഞ്ഞ മറുപടി, ഞങ്ങളൊക്കെ പണ്ട് സിനിമ ചെയ്യാൻ പോകുമ്പോൾ, കാസർഗോഡ് ഷൂട്ട് ചെയ്യാൻ പോകുമ്പോൾ ഞങ്ങൾ ട്രെയിനിന് രാത്രി പോയിട്ട് റൂം എടുക്കാതെ റെയിൽവേ സ്റ്റേഷനിൽ ഫ്രഷ് ആയിട്ട് ലൊക്കേഷനിൽ പോയിട്ട് തിരിച്ച് രാത്രി വീണ്ടും ട്രെയിൻ കയറി വരികയാണ് ചെയ്യാറ് എന്നാണ്. ഞാൻ ചോദിക്കുന്നത്, ഇവർ 30 വർഷം മുമ്പ് 40 വർഷം മുമ്പും ചെയ്ത എഫേർട്ട് വലിയ എഫേർട്ടാണ്. പക്ഷെ ആ എഫേർട്ടിന്റെ തലത്തിൽ നിന്നല്ല ഇന്ന് സിനിമ നിൽക്കുന്നത്. അതിന്റെ എക്യുപ്മെന്റ്, അതിന്റെ സ്റ്റിക്സ്, എല്ലാ തരത്തിലുള്ള പ്രേക്ഷകരുടെ സെൻസിബിലിറ്റി, എല്ലാ കാര്യങ്ങളും മാറ്റപ്പെട്ടു കഴിഞ്ഞു. പണ്ട് ഇവിടെ മറയ്ക്കാൻ അവകാശം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോഴും മറയ്ക്കാൻ നടക്കണമെന്ന് ആരും പറയില്ലല്ലോ. കാരണം സമൂഹം മാറുകയാണ്, ആളുകൾ മാറുകയാണ്, സിനിമ മാറുന്നു, അതിന്റെ പ്രൊഡക്ഷൻ, അതിന്റെ ലോജിസ്റ്റിക്സ് മാറുന്നു, അതിനെല്ലാ തരത്തിലും നമ്മൾ അതിനെ സമീപിക്കുന്ന അപ്രോച്ച് മാറുന്നു, അത് കൂടുതൽ ടെക്നിക്കലി സൗണ്ട് ആവുന്നു. ഇത് ഒരുപാട് ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു വലിയ രീതിയിലേക്ക് ഈ കാര്യങ്ങൾ മാറുമ്പോൾ
ഞങ്ങൾ പണ്ട് പഠിച്ചിരുന്നത്, ഞങ്ങൾ പണ്ട് ജോലി ചെയ്തിരുന്നത് എന്ന് പറയുന്നത് തന്നെ അതൊരു ഫ്യൂഡൽ മനോഭാവമാണ്. അതായത് അതൊരു തരം അമ്മാവൻ കോംപ്ലക്സ് ആണ്. എനിക്ക് ശേഷം പ്രളയം എന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ് ഞാൻ എൻ്റെ മകനോട് പോയിട്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഇന്ന മിഠായിയാണ് കഴിച്ചിരുന്നത് എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അത് അന്നത്തെ സമയത്ത് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ എഫേർട്ടുകൾ വെച്ചിട്ടാണ് ഇവര് കാര്യങ്ങളെ കാണുന്നത്. മറ്റൊന്ന്, നമുക്ക് ഇവര് സിനിമകൾ ഈ KSFDC-യുടെ പല സമീപനങ്ങളും ഇപ്പോൾ മറ്റ് ഫിലിം ഡയറക്ടേഴ്സ് ആയിട്ടുള്ള വ്യക്തികൾ ഉന്നയിക്കപ്പെട്ട സമയങ്ങളിൽ ഇവരുന്നയിച്ചൊരു കാര്യം, മിനി IG-യുടെ പടം ആയാലും ഇന്ദുവിന്റെ സിനിമയായാലും ശ്രുതി റിലീസിന്റെ സമയത്ത് അനുഭവിച്ച ബുദ്ധിമുട്ടുകളും ഉൾപ്പെടെ ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ താരയുടെ സിനിമയുടെ സമയത്തായാലും എല്ലാം ഇവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട പല ഫിലിം മേക്കേഴ്സിനും, എല്ലാ ഫിലിം മേക്കേഴ്സിനും ഉൾപ്പെടെയല്ല ഞാൻ പറയുന്നത്, ചില ഫിലിം മേക്കേഴ്സിനോട് ഇവർ പറഞ്ഞത്, നിങ്ങൾക്ക് സിനിമ എടുക്കാൻ അറിയില്ല, അതുകൊണ്ടാണ് നിങ്ങൾ ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. സിനിമ എടുക്കാൻ അറിയാവുന്ന ആൾക്കാർക്കുള്ള പ്രോജക്റ്റ് ആണെങ്കിൽ നിങ്ങൾ സിബി മലയിലെയും കമൽ സാറിനെ, പ്രിയദർശനെയൊക്കെ വെച്ച് സിനിമ ചെയ്യൂ, ലാൽ ജോസിനെയൊക്കെ വെച്ച്. ഇത് പ്രോജക്റ്റ് അതല്ലല്ലോ. പ്രോജക്റ്റ് സിനിമ എടുക്കാനുള്ള പുതിയ ഫിലിം മേക്കേഴ്സിന്, അതായത് നേരത്തെ സിനിമാ പരിചയങ്ങൾ വലിയ രീതിയിൽ വർക്ക് ചെയ്ത് പരിചയമില്ലാത്തവർക്ക് ഉൾപ്പെടെ അപേക്ഷിക്കാനുള്ള സാധ്യത തുറന്നിടുന്ന ഒരു പ്രോജക്റ്റാണ് അത്. ഫസ്റ്റ് ടൈം ഫിലിം മേക്കേഴ്സ് തന്നെയാണ് വരുന്നത് മിക്കവാറും. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സുവീരൻ എന്ന് പറയുന്ന നാഷണൽ അവാർഡ് കിട്ടിയ സംവിധായകൻ ഇതിൽ മത്സരിക്കാനുണ്ടായിരുന്നു, അദ്ദേഹത്തിന് കിട്ടിയില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിൽ പല ആൾക്കാർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, അതിൽ നിന്ന് സെലക്ട് ചെയ്യപ്പെടുന്നതാണ്. അതുകൊണ്ട് അദ്ദേഹം നല്ല ഫിലിം മേക്കർ, നല്ല നാടക ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണ്. ഞാൻ പറയുന്നത് മോശമായിട്ടല്ല, പക്ഷെ അങ്ങനെ പലരും അതിനുവേണ്ടി ശ്രമിച്ചിട്ട് ആണ് ഇതിൽ കിട്ടുന്നത്. അവർക്ക് ഫിലിം മേക്കിംഗ് വേണ്ടിയുള്ള ഗൈഡൻസ് കൊടുക്കാൻ, അവരെ കൂടുതൽ എൻകറേജ് ചെയ്യാനും മറ്റെന്തെങ്കിലും തരത്തിൽ ആ സിനിമയ്ക്ക് ക്രിയേറ്റീവ്ലി അതിനെ എൻഹാൻസ് ചെയ്യുന്ന തരത്തിലേക്ക് ഇടപെടാനും വേണ്ടിയാണ് ഈ പറയുന്ന സംവിധാനമോ അല്ലെങ്കിൽ അതിൻ്റെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഫിലിം ഓഫീസറൊക്കെ ഉണ്ടാവുന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇത് നോ പറയാൻ വേണ്ടി കുറെ ആൾക്കാരെ ഇതിനകത്തേക്ക് ഇരുത്തിയിരിക്കുകയാണ്. നോ പറയാന്നുള്ളതാണ് നമ്മുടെ പരിപാടി എന്നാണ് അവർ ചിന്തിക്കുന്നത്. ഇതാണ് ഇതിന്റെ ഒരു അടിസ്ഥാനപരമായ സാഹചര്യം. മറ്റൊന്ന്, ഇതിനകത്ത് ഉള്ളൊരു കാസ്റ്റിസം എന്താന്ന് വെച്ചാൽ, ഈ പ്രോജക്റ്റിന്റെ ഇതൊരു ഐഡിയൽ പ്രോജക്റ്റാണ്. ഇപ്പൊ ചെക്ക് റിപ്പബ്ലിക്കിലൊക്കെ നമുക്കറിയാം, അവിടുത്തെ ഫിലിം മേക്കേഴ്സ് ഉൾപ്പെടെ അല്ലെങ്കിൽ പല രാജ്യങ്ങളിലൊക്കെ സർക്കാർ ഫണ്ട് ചെയ്തിട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. അപ്പോ ജെറി മെൻസിൽ എന്ന് പറയുന്ന സംവിധായകൻ, ചെക്കില് വലിയ ലോകത്തിലെ വിഖ്യാതനായ ഫിലിം മേക്കറായ ജെറി മെൻസിൽ ചെക്ക് സർക്കാരിന്റെ പ്രോജക്റ്റിൽ സർക്കാരിന്റെ കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യത്തെ കുറിച്ച് അവിടുത്തെ സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് അവിടുത്തെ സർക്കാരിന്റെ പൊളിറ്റിക്സിനെ വിമർശിക്കുന്ന സിനിമ ചെയ്തിട്ടുള്ള അനുഭവമുണ്ട്. ഇത് സിനിമയുടെ ഒരു സാധ്യതയാണ്, അല്ലെങ്കിൽ കലാ സൃഷ്ടിയുടെ ഒരു സാധ്യതയാണ്. നിങ്ങൾ നിലനിൽക്കുന്ന സിസ്റ്റത്തിനോട് നമുക്ക് ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന കഥയായിരിക്കില്ല നമുക്ക് ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നത്. അത് സിനിമയ്ക്കും ഇത്തരം സാഹിത്യത്തിനും ഒക്കെയുള്ള ഒരു സാധ്യതയാണ്. ഇത് വെച്ച് ഒരു സിനിമ ചെയ്യുമ്പോൾ ഒന്ന്, നിങ്ങളുടെ സിനിമ അല്ലെങ്കിൽ നിങ്ങളുടെ രീതികൾ മോശമാണ് എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. ഈ ടീച്ചർക്ക് ഇഷ്ടമില്ലാത്ത ചോദ്യം ചോദിക്കുന്ന കുട്ടിയെ നിങ്ങൾക്ക് ക്ലാസ്സിൽ നിന്ന് പുറത്താക്കാം, അതുകൊണ്ട് ആ ചോദ്യം ഇല്ലാതാവുന്നില്ല എന്ന് MN വിജയൻ മാഷ് പറഞ്ഞിട്ടുണ്ട്. ഇത് ചില ആൾക്കാരുടെ ഒരു സ്വഭാവമാണ്. നിങ്ങൾ ഒരു വിമർശനം ഉന്നയിക്കുമ്പോൾ നിങ്ങളുടെ സിനിമ കൊള്ളൂല എന്ന് പറഞ്ഞാൽ അത് വളരെ എളുപ്പമുള്ള ഒരു പരിപാടിയാണ്. മറുപടി പറയാതിരിക്കാനുള്ള ഏറ്റവും നല്ല എളുപ്പ വഴി അതാണ്. അപ്പോൾ ഇവർ പറയുന്നത്, നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് കിട്ടുന്ന ഒരു അവസരം നിങ്ങൾ കളഞ്ഞു കുളിക്കുകയാണ് എന്നാണ്. ഇത് അവസരം കളഞ്ഞു കുളിക്കുന്നതല്ല, നമ്മൾ അടിസ്ഥാനപരമായ കുറെ ആവശ്യങ്ങൾ വളരെ കൃത്യമായിട്ട് ഉന്നയിക്കുകയാണ്. അത് നമ്മൾ അക്കമിട്ട് നിരത്തിയിട്ടാണ് ഓരോ സമയത്തും. അതായത് ഈ സിനിമയുടെ പ്രൊമോഷന്റെ കാര്യങ്ങളിലെല്ലാം അതിന്റെ ഡിസ്കഷൻ കാര്യങ്ങളിലേക്ക്, പിന്നെ ഒരു ഘട്ടത്തിൽ ഈ സിനിമ റിലീസ് ചെയ്യണം എന്നാവശ്യപ്പെട്ടിട്ട് എൻ്റെ അടുത്ത് സംസാരിച്ചു. പിന്നീട് ഞാൻ ഇത് സബ്മിഷൻ എല്ലാം കഴിഞ്ഞ ഡിസംബറിൽ സെൻസർ ചെയ്ത സിനിമയാണ്. അപ്പം ആ സെൻസർ കട്ടിന് ശേഷം നമ്മുടെ ഫൈനൽ എല്ലാ പണികളും കഴിഞ്ഞ ഫെബ്രുവരിയിൽ തീർന്നതാണ്. ഫെബ്രുവരി കഴിഞ്ഞിട്ട് ഇപ്പം മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഇത്രയും സമയമായി. ഇതിന്റെ ഇടയിലാണ് ഇവര് ജൂണിലോ ജൂലൈയിലുള്ള ഏതോ ഒരു ഡേറ്റ് എനിക്ക് തന്നിട്ട്, അതായത് ആ ഡേറ്റ് തരുന്നത് ഒരു 15 ദിവസം മുമ്പാണ്. ഒരു 15 ദിവസം മുമ്പ് എന്നെ വിളിച്ച് പറയുന്നു, നമുക്ക് ഇന്ന ഡേറ്റിന് റിലീസ് നടത്തിയോ എന്ന് ചോദിച്ചു. അപ്പോ അത് എനിക്ക് എൻ്റെ ഓർമ്മ ജൂലൈ 21 ആണെന്ന് എനിക്ക് ഓർമ്മയില്ല.
ആ ഡേറ്റിന് ഒരു ഡേറ്റ് തരുന്നു. ഈ ഡേറ്റ് നമുക്ക് ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ നിലവിൽ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ആ ദിവസം ഉണ്ട് ബിജു മേനോൻ, സുരാജ് ആയിട്ടുള്ള നടന്ന സംഭവം ഉൾപ്പെടെയുള്ള സിനിമകൾ റിലീസ് ചെയ്യുന്ന ഒരു ദിവസം. അന്ന് അർജുന അശോകന്റെ സിനിമയുണ്ട്, അന്ന് ഷാനവാസ് ബാബുക്കുട്ടിയുടെ സിനിമയുണ്ട്, അങ്ങനെ കുറെ സിനിമകളുണ്ട്. ഈ സിനിമകളുള്ള ഒരു ദിവസമാണ് അവസാനം ഇവർ പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ 5 സിനിമകൾ റിലീസ് ചെയ്യുന്ന തിരക്കുള്ള ഒരു ദിവസം തിയേറ്ററുകൾ കിട്ടില്ല ഒന്ന്. മറ്റൊന്ന്, ആ സിനിമയ്ക്ക് യാതൊരു തരത്തിലുള്ള പബ്ലിക് റിലേഷൻ പണികളും നടത്താൻ പറ്റില്ല. ഒരു PR ക്യാമ്പയിൻ നടത്താൻ ആരും ശ്രദ്ധിക്കില്ല. അതേസമയം അതിന്റെ മറ്റ് വെള്ളിയാഴ്ചകൾ, അതിനുശേഷമുള്ള വെള്ളിയാഴ്ചകളിൽ പല ദിവസങ്ങളിലും സിനിമയ്ക്ക് അത്ര സിനിമകൾ റിലീസില്ല. അപ്പൊ പ്രൊഡക്ഷൻ കൺട്രോളേഴ്സിനോട് ചോദിച്ചിട്ട് ഏതൊക്കെ സിനിമകളാണ് അടുത്ത ആഴ്ചകളിൽ വരാൻ പോകുന്നത് അന്വേഷിച്ചപ്പോൾ അതിനുശേഷമുള്ള ആഴ്ചകളിലൊക്കെ വളരെ കുറച്ച് 1-2 സിനിമകളൊക്കെ ഉള്ളൂ. അത് പ്രശ്നവുമല്ല. ഇത്തരം സിനിമകൾ കൂടുതൽ ആളുകളിലേക്ക് എത്തണമെങ്കിൽ വലിയ മേജർ റിലീസുകളുള്ള ദിവസങ്ങൾ ഒഴിവാക്കണം. അതൊരു ബേസിക് കോമൺ സെൻസ് ആണ്. ഇപ്പോ ഒരു വിജയിന്റെ സിനിമയോ മമ്മൂട്ടിയുടെ മോഹൻലാലിന്റെ സിനിമ ഇറങ്ങുന്ന ദിവസം ഇൻഡസ്ട്രിയിലുള്ളവർ പോലും അവരുടെ ചെറിയ സിനിമകൾ ഇറക്കില്ല. അത് അവർക്ക് സിനിമയിൽ ആത്മവിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ല, അതൊരു ബേസിക് ആയിട്ടുള്ള ഒരു കോമൺ സെൻസ് ആണ്. അതിന് അറ്റൻഷൻ കിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ ഞാൻ ആവശ്യപ്പെട്ടു, ഇത്രയും 5 സിനിമകൾ, ആ സിനിമകളുടെ പേര് ഉൾപ്പെടെ എഴുതിയിട്ട് ഞാൻ മെയിൽ അയച്ചു. ഇത്രയും സിനിമകളുള്ള ഒരു ദിവസം വളരെ കഷ്ടപ്പെട്ട് നമ്മൾ സിനിമ റിലീസ് ചെയ്യുമ്പോൾ അതിനൊരു മീഡിയ അറ്റൻഷൻ പോലും കിട്ടില്ല. പകരം അത് കഴിഞ്ഞിട്ടുള്ള സൈമൾട്ടേനിയസ് ആയിട്ടുള്ള മറ്റെന്തെങ്കിലും ഒരു അല്ലെങ്കിൽ വരുന്ന ഏതെങ്കിലും ആഴ്ചകളിലേക്ക് മാറ്റണം എന്ന് ആവശ്യപ്പെടുകയും, അങ്ങനെ ആവശ്യപ്പെട്ടപ്പം ഷാജി സാറിന്റെ മെയിൽ വരുന്നു, നിങ്ങൾക്ക് സിനിമയിൽ ആത്മവിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് ഈ 5 സിനിമകളുടെ കൂടെ സിനിമ ഇറക്കാൻ നിങ്ങൾ തയ്യാറാവാത്തത്. അപ്പോൾ എന്തുകൊണ്ടാണ് സിനിമ ആ ദിവസം റിലീസ് ചെയ്യരുത് എന്ന് പറയുന്നതും പിറ്റത്തെ ദിവസം നിങ്ങൾ പിറ്റത്തെ ആഴ്ച റിലീസ് ചെയ്തോളൂ എന്നാണ് ഞാൻ പറയുന്നത്. ഈ സിനിമ റിലീസ് ചെയ്യണമെന്ന് ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഒരാൾ അതിന്റെ സംവിധായകനാണ്. കാരണം അയാൾക്ക് ഈ സിനിമ ഇറങ്ങിക്കാണുകയോ ഇതിൽ നിന്ന് മാനസികമായി ഇതിൽ നിന്നൊന്ന് മോചിതനാവുകയോ ഒക്കെ വേണം. അതുകൊണ്ട് ഇത് സംവിധായകനേക്കാളും കൺസേൺ ഏതായാലും ഇതിനകത്ത് വേറൊരാൾക്ക് ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഞാൻ എന്തുകൊണ്ട് ഞാൻ ഈ സിനിമ ഈ പർട്ടിക്കുലർ ഡേ റിലീസ് ചെയ്യരുത് എന്നതിനെ സംബന്ധിച്ചൊരു 1, 2, 3, 4, 5 എന്നുള്ള രീതിയിൽ എഴുതിയിട്ട് ഞാൻ വീണ്ടും മറുപടി അയച്ചു. നിങ്ങൾ പബ്ലിക് റിലേഷൻ ഇതിന്റെ PR-ന് വേണ്ടിയിട്ട്, അതിനകത്ത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു വളരെ മേജർ ആയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ സിനിമയുടെ പബ്ലിക് റിലേഷന് വേണ്ടി PR ഏജൻസിക്ക് കൊടുക്കാൻ വേണ്ടി നമ്മളോട് ശംഭു പുരുഷോത്തമൻ വിളിച്ചിട്ട് PR കൊടുക്കാൻ വേണ്ടിയിട്ട് സാധാരണ ശ്രുതിയുടെ സിനിമകൾ ഉൾപ്പെടെ അല്ലെങ്കിൽ എല്ലാവരുടെയും ഇപ്പോ ഹിന്ദുവിന്റെ സിനിമ ഉൾപ്പെടെയുള്ളവർ മലയാളത്തിൽ സിനിമകൾ, കമേഴ്ഷ്യൽ സിനിമകൾ തന്നെ PR ചെയ്യുന്നവരാണ് ചെയ്തത്. അപ്പൊ സ്വാഭാവികമായിട്ടും അത്തരം ഏതെങ്കിലും ആളുകളെയാണ് നമ്മൾ സമീപിക്കുക. അപ്പൊ ഞാൻ ഇവിടെ മലയാളത്തിൽ വളരെ പോപ്പുലറായ, ഇത് നന്നായിട്ട് കമേഴ്ഷ്യൽ പടങ്ങൾ ചെയ്യുന്ന 2-3 ആളുകളെ പരിചയമുള്ളത് കൊണ്ട് അവരുമായിട്ട് സംസാരിക്കുകയും ഇവരോട് തന്നെ ചോദിച്ചിരുന്നു. അപ്പൊ ഇവർ പറഞ്ഞു, ഫിലിം ഓഫീസർ എന്നോട് പറഞ്ഞു, അങ്ങനെ നിങ്ങൾ സംസാരിക്കൂ എന്ന് പറയുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ സംഗീത ജനേന്ദ്രന്റെ നമ്പർ എനിക്ക് തരുന്നു, എന്റെ ഫ്രണ്ട് തന്നു. സംഗീതയാണ് അതിന് മുമ്പ് ചെയ്തത്. ഒപ്പം തന്നെ എനിക്ക് നേരത്തെ പരിചയമുള്ള വർഗീസ് ആന്റണിയും സതീഷ് എന്ന് പറയുന്ന ക്ഷണത്തിലുണ്ടായിരുന്നു. ഇപ്പൊ അവർ PR ഏജൻസി നടത്തുന്ന സിനിമയിൽ സതീഷും വർഗീസും അവരുടെ അടുത്ത് സംസാരിക്കുന്നു. അപ്പൊ അവരുമായിട്ട് സംസാരിക്കുമ്പോഴും ബഡ്ജറ്റിന്റെ കൺസ്ട്രെയിൻസ് ഞാൻ പറയുന്നുണ്ട്. പക്ഷെ അവർ പറഞ്ഞു, ഇങ്ങനത്തെ ഒരു സിനിമയല്ലേ, നമുക്ക് ആ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ഒരു നെറ്റ്വർക്ക് ഉപയോഗിച്ച് നമുക്ക് പൈസയുടെ പ്രശ്നങ്ങൾ ഇല്ലാതെ നമുക്കത് നന്നായി മാർക്കറ്റ് ചെയ്യാൻ നോക്കാം എന്നൊക്കെ പറഞ്ഞ് വളരെ പോസിറ്റീവായിട്ടിരിക്കുമ്പോൾ, ഇത് കുഴപ്പമില്ല, ഇങ്ങനെ നിങ്ങൾ PR ഏജൻസികളുടെ അടുത്ത് ഒരു കോട്ട് എടുക്കൂ എന്ന് പറഞ്ഞ ഫിലിം ഓഫീസർ എന്നെ വിളിച്ച് പറയുന്നു, സനോജ് നമുക്ക് ഓൾറെഡി ഒരു PR ചെയ്യാൻ വേണ്ടി ഒരാളെ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇത് 2 ആഴ്ച മുമ്പ് ഞാൻ ഈ കാര്യം അവരോട് പെർമിഷൻ ചോദിക്കുമ്പോൾ അത് പറഞ്ഞ ആളുകൾ പറയുകയാണ്, കഴിഞ്ഞ ഡിസംബറിൽ ഞങ്ങൾ ഒരാളെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ 2 ആഴ്ച മുമ്പ് അങ്ങനെയാണെങ്കിൽ എന്നോട് പറയണോ, ഓൾറെഡി ആളെ വെച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് പറയാതിരുന്നത്? മറ്റൊന്ന്, കഴിഞ്ഞ ഡിസംബറിൽ എന്റെ സിനിമയ്ക്ക് എങ്ങനെയാണ് PR-നെ വെക്കുക? എന്റെ സിനിമ കഴിയുന്നത്, സെൻസർ കട്ട് എങ്കിലും വരുന്നത് ഡിസംബറിലാണെങ്കിലും അത് കംപ്ലീറ്റ് ആവുന്നത് ഫെബ്രുവരിയിലാണ്. ആ സിനിമ കാണണ്ടേ? ആ സിനിമയുടെ സംവിധായകൻ അറിയണ്ടേ ആരാണ് അതിന്റെ PR ചെയ്യുന്നത് എന്നുള്ളത്? കാരണം അവർക്ക് മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട് പോസ്റ്റർ ആണെങ്കിലും ട്രെയിലർ ആണെങ്കിലും ഒക്കെ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എനിക്ക് അതിനകത്ത് സജഷൻസ് എൻ്റെ അടുത്ത് നിന്ന് എടുക്കണ്ടേ? ഇതാരാണ് തീരുമാനിക്കുന്നത്? അപ്പൊ ഞാൻ ചോദിച്ചു, ഈ സംവിധായകൻ അറിയാതെയാണോ നിങ്ങൾ എന്റെ സിനിമയുടെ PR ഫിക്സ് ചെയ്യുന്നത്? അപ്പോ പറഞ്ഞു, അത് ഞങ്ങൾ എല്ലാ സിനിമകൾക്കും ഇനി അദ്ദേഹമായിരിക്കും, അതാണ് ഞങ്ങളുടെ തീരുമാനം. ഞാൻ പറഞ്ഞു, ഇത് നിങ്ങൾ എന്തുകൊണ്ടാണ് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് നിങ്ങൾ എന്നോട് ഇത് എന്തുകൊണ്ട് പറഞ്ഞില്ല? കഴിഞ്ഞ ഡിസംബറിൽ നിങ്ങൾ തീരുമാനിച്ചെങ്കിൽ നിങ്ങൾ അതിന് മുൻപത്തെ തവണ എന്നോട് പറയരുതല്ലോ. അന്നേരം ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ ഇത് പറയണ്ടേ?
അല്ല, അത് ഞങ്ങളത് പറയാൻ വിട്ടുപോയതാണ് എന്ന് പറഞ്ഞു. ഉം. ഇതൊക്കെ ആരാ തീരുമാനിക്കുന്നത്? എന്തിനാണ് ഇവർ ഇങ്ങനെ ഒരാളെ വെക്കുന്നത്? സിനിമയിൽ യാതൊരു പോപ്പുലർ സിനിമകളും PR ചെയ്തിട്ടില്ലാത്ത ഒരാളെ ഇവർ നിശ്ചയിച്ചിരിക്കുന്നു. ഇവർക്ക് കുറെ ആൾക്കാരും കുറെ ഇതിനു വേണ്ടി കുറെ ഫോക്കസുകളുണ്ട്. ഇത്തരം ആളുകളാണ് ഇവർ ഈ പ്രോജക്റ്റുകളുടെ ഭാഗമായി നിന്നിട്ട് മുന്നോട്ട് പോവുക. അതിന് വിരുദ്ധമായിട്ട് വരുന്ന കമേഴ്സ്യൽ സിനിമയിലുള്ള അല്ലെങ്കിൽ വളരെ പോപ്പുലർ ആയിട്ട് നന്നായിട്ട് വേറെ രീതിയിൽ കണ്ടന്റ് റീച്ച് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ ഇവർ അടുപ്പിക്കില്ല. അവര് ചെറിയ പൈസക്ക് ചെയ്യാൻ തയ്യാറാണ്. ശംഭു പുരുഷോത്തമൻ സിനിമ ചെയ്ത ആളാണ്. അദ്ദേഹം SRFT പഠിച്ച ആളാണ്. സിനിമ പഠിപ്പിച്ചിട്ടുള്ള ആളാണ്. സിനിമ സംവിധായകനാണ്. ഞാൻ ചോദിച്ചു, ശംഭു പുരുഷോത്തമന്റെ സിനിമയുടെ PR പ്രൊഡ്യൂസർ നിങ്ങൾ അറിയാതെ വേറൊരാൾക്ക് കൊടുത്താൽ നിങ്ങൾക്കത് ഓക്കെ ആണോ എന്ന് ചോദിച്ചു. അപ്പൊ ശംഭുവിനോട് പറഞ്ഞത് ഒരു ഇൻഡിപെൻഡന്റ് പ്രൊഡ്യൂസർ തീരുമാനിക്കും. ഞാൻ പറഞ്ഞു, സർക്കാരിന്റെ പ്രോജക്റ്റ് ആണെങ്കിലും ആരുടെ പ്രോജക്റ്റ് ആണെങ്കിലും വത്തിക്കാനിന്റെ പ്രോജക്റ്റ് ആണെങ്കിലും സിനിമയാണല്ലോ ഇത് സിനിമയാണല്ലോ. ഈ സിനിമ പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത് ജനങ്ങളുടെ ഇടയിലേക്ക് എത്താൻ വേണ്ടിയുള്ള പബ്ലിസിറ്റിയാണ്. മറ്റൊന്ന്, കേരളത്തിൽ ഒരു 18 വർഷത്തോളമായിട്ട് കേരളത്തിൽ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിൽ ജോലി ചെയ്തിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തനമാണ് ഞാൻ. എനിക്ക് ഒരു കംഫർട്ടബിൾ ആയ ഒരു PR ഏജൻസിയെ കൂടെ കിട്ടിയാൽ എന്റെ നെറ്റ്വർക്ക് ഉപയോഗിച്ചും കൂടെ എനിക്ക് ഈ സിനിമയുടെ മാർക്കറ്റബിലിറ്റി അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള സ്റ്റോറീസ് മറ്റു കാര്യങ്ങളും കൂടുതലായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അത് ഞാൻ നേരത്തെ അവർക്ക് അഷ്വർ ചെയ്തു. അങ്ങനെയുള്ള ഒരാളുടെ ഒരു സിനിമയുടെ സാധ്യത എക്സ്പ്ലോർ ചെയ്യുന്നതിന് പകരം അയാൾ അറിയാതെ ഇവരാരെയും വെച്ചിട്ടിരിക്കുന്നു എന്ന് പറയുന്നു. ഞാൻ ഈ പ്രശ്നം ടേക്കപ്പ് ചെയ്ത് ഇതിനെതിരെ പരാതിപ്പെട്ടപ്പോൾ ഈ പുതിയ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അരുൺ മോഹനോട് പറഞ്ഞു, അത് കുഴപ്പമില്ല, നമ്മൾ അങ്ങനെ ഒരാളെ വെച്ചിട്ടില്ല, നിങ്ങൾ ആരെങ്കിലും കോട്ട് എടുത്ത് തരുന്നുണ്ടെങ്കിൽ തരൂ എന്ന് പറഞ്ഞു. അപ്പൊ ഇത് എന്താണ് ഇതിനകത്ത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണ് ഇതിന്റെ മാനദണ്ഡം? അപ്പൊ അരുൺ എന്നെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെയാണ് എന്നോട് പറയുന്നത്. ഞാൻ പറഞ്ഞു, എന്നോട് പറഞ്ഞത് എല്ലാ സിനിമകൾക്കും ഒരു PR-നെ നമ്മൾ ഓൾറെഡി വെച്ചു എന്നാണ്. ഇതൊന്നും നമ്മൾ ആരും അറിയുന്നില്ല. പക്ഷെ ഇത് അവസാനം KSFDC ഇത് റിലീസിന് എത്തിക്കാം എന്നുള്ളൊരു കൺക്ലൂഷനിലോട്ട് എത്തുന്നുണ്ടായിരുന്നു അല്ലേ? അതായത് 6 തിയേറ്ററുകളിൽ മാത്രം റിലീസ് ചെയ്യാം എന്നുള്ളതാണ് എന്നോട് പറഞ്ഞത്. 6 തിയേറ്ററുകളിൽ ഇന്നത്തെ കാലത്ത് ഇപ്പൊ ഷോർട്ട് ഫിലിം വരെ തിയേറ്ററിൽ റിലീസ് ചെയ്യുന്ന കാലമാണ്. അതായത് ഷോർട്ട് ഫിലിം മാളുകളിൽ റിലീസ് ചെയ്ത് തുടങ്ങി. മനസ്സിലായില്ലേ? ഇപ്പോ ലോകത്തിലെ ഇന്ത്യയിലൊക്കെ TTTയുടെ ഒക്കെ അല്ലെങ്കിൽ ഒരുപാട് മൈക്രോ ഫിലിം പ്ലാറ്റ്ഫോമുകൾ ലോകോത്തരമായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. അറിയാലോ, ടെറബിലിറ്റി ടെയിൽസ് പോലെയൊക്കെയുള്ള ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ. ഇപ്പൊ മുമ്പിലൊക്കെ നമുക്ക് അല്ലാത്ത വർക്ക് ഓഫ് ആർട്ടുകൾ കാണാൻ പറ്റും. ഈ സമയത്ത് 6 തിയേറ്ററുകളിൽ 1.5 കോടിക്ക് ഇത്രയും വലിയൊരു പ്രോജക്റ്റ്, ഇന്ത്യക്ക് മാതൃകയായ ഒരു പ്രോജക്റ്റ് സർക്കാർ പ്രഖ്യാപിച്ചിട്ട് അതിന്റെ ആദ്യ പ്രോജക്റ്റ് ഇത്രയും 16 തിയേറ്ററുകളോ KSFDCക്ക് പോലും ഉണ്ട്. എന്നിട്ട് 6 തിയേറ്ററുകൾ റിലീസ് ചെയ്യാന്ന് പറയുന്നത് ആരുടെ ഔദാര്യത്തിന്റെ പുറത്താണ്? അപ്പൊ ഞാൻ പറഞ്ഞു, 6 തിയേറ്ററുകൾ റിലീസ് ചെയ്യാൻ വേണ്ടി ആ സിനിമ റിലീസ് ചെയ്യേണ്ടതില്ല. അതിന് പകരം അത് എത്ര തിയേറ്ററുകൾ കൂടുതൽ റിലീസ് ചെയ്യിക്കാൻ പറ്റും എന്നുള്ളത് ഞാൻ മന്ത്രിക്ക് ഉൾപ്പെടെ പരാതി കൊടുത്തിട്ട് അതിനനുസരിച്ച് അവരുടെയും കൂടെ അനുവാദം മേടിച്ചിട്ട് നമുക്ക് റിലീസ് ചെയ്താൽ മതി എന്നുള്ളൊരു തീരുമാനമെടുക്കും. അങ്ങനെ ഒരു അഭിപ്രായം പ്രകടിപ്പിച്ചു. അപ്പൊ അവരെന്തോ പറയുന്നു, വീണ്ടും മെയിൽ അയക്കുന്നു. ഇതുവരെ മെയിൽ അയക്കാതിരുന്ന ഈ 40ഓളം മെയിലുകൾക്ക് മറുപടി അയക്കാതിരുന്ന KSFDC ഉടനെ നിങ്ങൾ സിനിമ റിലീസ് തടസ്സപ്പെടുത്തുകയാണ് എന്നാണ്. ഞാൻ പറഞ്ഞത് റിലീസ് തടസ്സപ്പെടുത്തുകയല്ല, 6 തിയേറ്ററുകളിൽ എന്റെ സിനിമ റിലീസ് ചെയ്യുന്നതിനാണ് ഞാൻ എതിര്. നിങ്ങൾ 60 തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ സപ്പോർട്ടാണ്, അല്ലെങ്കിൽ 40 തിയേറ്ററുകളിൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ റെഡിയാണ്. ഇനി വേണ്ട, 25 തിയേറ്ററുകൾ റിലീസ് ചെയ്യാനാണെങ്കിലും ഞാൻ റെഡിയാണ്. 6 തിയേറ്ററുകൾ എന്ന് പറഞ്ഞാൽ ആര് പോയി കാണും? തൃശ്ശൂർ ജില്ലയിൽ ഒരു തിയേറ്റർ പോലും ഇല്ലെങ്കിൽ തൃശ്ശൂരിലുള്ള നമ്മുടെ സുഹൃത്തുക്കൾ പോലും വേറൊരു ജില്ലയിലേക്ക് പോയി കാണും. എന്തിനു വേണ്ടിയിട്ടാണ് ഈ സിനിമ പ്രോജക്റ്റ് സർക്കാർ ഉണ്ടാക്കിയത്? ആരെ ബോധിപ്പിക്കാനാണ് എന്നുള്ള രീതിയിലേക്ക് ഇത് കൊണ്ടുവന്നത് ഈ പറയുന്ന ആളുകളാണ്. അതുപോലെ ഒരു ഉദാഹരണം, ഈ സിനിമയുടെ റിലീസിനെ കുറിച്ചുള്ള കൺസേൺസ് പറഞ്ഞപ്പോൾ ഷാജിയൻ കരൺ എന്നോട് പറഞ്ഞത്, NFDC സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്താൽ പ്രദർശിപ്പിക്കാറ് പോലുമില്ല. നിങ്ങളുടെ സിനിമ NFDC സിനിമ റിലീസ് ചെയ്യാറ് പോലുമില്ല. പുള്ളി ഒരു മാനദണ്ഡമാണ് പുള്ളിയുടെ. നിങ്ങളുടെ ഇത് ഞങ്ങൾ റിലീസ് ചെയ്യാനെങ്കിലും ആലോചിച്ചല്ലോ. എന്തോ ഒരു വലിയ ഔദാര്യമാണ് ഇവര്. NFDC അങ്ങനെ ചെയ്യുന്നുണ്ടാവുമായിരിക്കാം. സംസ്ഥാന സർക്കാർ ഇത് റിലീസ് ചെയ്യാൻ വേണ്ടി എടുത്ത സിനിമകൾ അതിനുവേണ്ടി എടുക്കുന്ന പൈസയാണ്. ഇത് പട്ടികജാതി പട്ടികവർഗ വികസന ഫണ്ടിൽ നിന്നാണ് ഈ പൈസ വരുന്നത്. ഇവരുടെ ആരുടെയും തറവാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പൈസയൊന്നുമല്ല. അതിന് നല്ല രീതിയിൽ അത് വിതരണം ചെയ്യപ്പെടാനുള്ള ഉത്തരവാദിത്തം ഈ പറയുന്ന ഫിലിം മേക്കേഴ്സിനും അതിന്റെ തലപ്പത്തിരിക്കുന്നവർക്കും ഉണ്ട്. അവര് NFDC സിനിമ റിലീസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ടല്ല അതിന് മാനദണ്ഡം നിശ്ചയിക്കേണ്ടത്. മറ്റൊരു കാര്യം, നിങ്ങളിത് ഒരു ജേർണലിസ്റ്റ് എന്ന രീതിയിൽ ഇതിന്റെ കരാറ്, ഈ സിനിമ ചെയ്യുമ്പോൾ നമ്മൾ സൈൻ ചെയ്യുന്ന കരാർ ഒന്ന് വായിച്ചു നോക്കിയാൽ നമ്മൾ ഞെട്ടിപ്പോവും. കംപ്ലീറ്റ് ആയിട്ട് വൺ സൈഡഡ് ആയ ഏകപക്ഷീയമായ എല്ലാ റൈറ്റ്സും എല്ലാ തീരുമാനങ്ങളും
അവർക്ക് മാത്രമാണ് എന്ന് സ്ഥാപിക്കുന്ന ഒരു കരാറാണ്. ആ കരാറിന്റെ ഉള്ളടക്കം തന്നെ പ്രശ്നമാണ്. പക്ഷെ ഈ കരാറിന്റെ ലീഗാലിറ്റിയുമായി ബന്ധപ്പെട്ട് നമ്മളൊരു ഡിസ്പ്യൂട്ടിന് പോയാൽ അത് എവിടെയും എത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും, നമ്മൾ ഈ കരാറിൽ സൈൻ ചെയ്യും, 1,10,00,000 രൂപയ്ക്ക് സിനിമ തീർക്കണം, അത് നമ്മൾ ഒപ്പിടും. പക്ഷെ ഇത് ചിലപ്പോൾ 5 ലക്ഷം രൂപ കൂടിയാൽ തന്നെയും ബാക്കി പൈസ കൊണ്ട് നിങ്ങൾ മാർക്കറ്റ് ചെയ്താലും മതി. കാരണം നിങ്ങൾ ഈ 40 ലക്ഷം രൂപ മാർക്കറ്റിങ്ങിന് വേണ്ടി മാറ്റിവെക്കുന്നുണ്ട്, ഒന്നും ചെയ്യുന്നില്ല. ശ്രുതിയുടെയൊക്കെ സിനിമ അവർ അവരുടെ കുറച്ച് വ്യക്തിപരമായി ഫിലിം സൊസൈറ്റികളുടെ വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി ഒരുപാട് ഫിലിം സൊസൈറ്റികളിലുള്ള ആളുകളെ വ്യക്തിപരമായി കോൺടാക്ട് ചെയ്തിട്ടൊക്കെയാണ് കുറെ കൂടെ ആൾക്കാരെ അവിടേക്ക് എത്തിച്ചത്. തിയേറ്ററുകളിൽ സാധാരണ റിലീസ് ചെയ്യുമ്പോൾ തിയേറ്റർ ഷോകളാണ് ബുക്ക് ചെയ്യുന്നത്. ആ ഷോയ്ക്ക് ആള് കുറയുന്നതിനനുസരിച്ച് സിനിമകൾ ചിലപ്പോൾ ഹോൾഡ് ഓൺ ആവുകയോ അല്ലെങ്കിൽ ഹോൾഡ് ഓവർ ആവുകയോ ഒക്കെ ചെയ്യുമായിരിക്കും. പക്ഷേ ഇവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ സിനിമ തിയേറ്റർ ബുക്ക് ചെയ്തു. സിനിമ തിയേറ്റർ ഒരു ബുക്ക് ചെയ്യുകയാണ് വലിയ എമൗണ്ട്. അത് തന്നെ ഒരു ലോജിക്കില്ലാത്ത പരിപാടിയാണ്. ഞാനത് ആ സമയത്ത് പറഞ്ഞിരുന്നത്, നിങ്ങൾ സിനിമ തിയേറ്റർ ഒരാഴ്ചത്തേക്ക് ആ സ്ക്രീൻ ബുക്ക് ചെയ്യുക, മൊത്തത്തിൽ ബുക്ക് ചെയ്യല്ല വേണ്ടത്. സിനിമയുടെ പബ്ലിസിറ്റി മാർക്കറ്റബിലിറ്റിയും കൂട്ടി അതിന്റെ മാർക്കറ്റിംഗ് കൂട്ടിയിട്ട് അതിലേക്ക് സിനിമയിലേക്ക് ആൾക്കാരെ എത്തിക്കാവുന്ന രീതിയിൽ പബ്ലിസിറ്റി കൂട്ടാണ്. ഈ ഇന്ത്യയിലെ ഏറ്റവും നല്ല ഫിലിം മേക്കേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്, അല്ലെങ്കിൽ അവരെ വെച്ച് സിനിമ ചെയ്ത ആളാണ് ഷാജി സാർ. ഈ പ്രോജക്റ്റുകളിൽ ഞാൻ ഒരു പ്രപ്പോസൽ പോലെ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2-3 കാര്യങ്ങളാണ്. വളരെ കൺസ്ട്രക്റ്റീവ് ആയിട്ടാണ് ഞാൻ അതിനെ സമീപിച്ചിരുന്നത്. ഒന്ന്, മമ്മൂട്ടി, മോഹൻലാൽ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ കമൽഹാസൻ ഉൾപ്പെടെയുള്ള ഫിലിം മേക്കേഴ്സ്, ഇത് വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു സർക്കാരിന്റെ പ്രോജക്റ്റാണ്. സ്റ്റാലിന് മനസ്സിലാവും, അത് പിണറായി വിജയന് മനസ്സിലാവുന്നത് പോലെ തന്നെ സ്റ്റാലിന് മനസ്സിലാവും. ഇത് തമിഴ് സിനിമ ഇൻഡസ്ട്രിയിൽ ഉൾപ്പെടെ നമുക്ക് വേണമെങ്കിൽ അറിയിക്കാം. ഈ ഫിലിം മേക്കേഴ്സ് അല്ലെങ്കിൽ ഈ വലിയ ഡയറക്ടേഴ്സ്, വലിയ ആക്ടേഴ്സ്, ഇവർക്ക് ഇത്തരം ഒരു പ്രോജക്റ്റിന്റെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനൊരു പ്രോജക്റ്റ് രാജ്യത്ത് ആദ്യമായിട്ട് വരുന്നു, നിങ്ങൾ ഈ സിനിമ കാണണം, അല്ലെങ്കിൽ ഒരു പോസ്റ്റർ അനൗൺസ്മെന്റ് എങ്കിലും ഒരു സൂപ്പർ താരത്തെയോ ഒരു ആളുകൾക്ക് റീച്ചുള്ള ഒരു നടനെയോ നടിയോ വെച്ച് ഒരു ഒറ്റ പരസ്യമെങ്കിലും ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചൂടെ എന്ന് ചോദിച്ചു. ഒരു സിനിമയ്ക്ക് പോലും അവരത് ചെയ്തില്ല. അത് ചെയ്യില്ല. സി സ്പേസ് എന്ന് പറയുന്ന ഒരു OTT പ്ലാറ്റ്ഫോം തുടങ്ങിയിട്ടുണ്ട്. അവിടെ പട്ടി പെറ്റ് കിടക്കുക, അതായത് ഒരു മനുഷ്യൻ, മനസ്സിലായില്ലേ? എന്തുകൊണ്ടാണ് സി സ്പേസ് പോലൊരു പ്ലാറ്റ്ഫോമിലേക്ക് ആളുകൾ പോകാത്തത്? അതിന് റീച്ച് ഇല്ലാതാവുന്നത് എന്തുകൊണ്ടാണ്? അതിന്റെ പബ്ലിസിറ്റി മോശമായതുകൊണ്ടാണ്. അത് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ഇവന്റ് ആക്കണമായിരുന്നു. ഇവിടുത്തെ സൂപ്പർ താരങ്ങളെ കൊണ്ടുവന്നാൽ അവരെ ഒരു പരിപാടിക്ക് വിളിച്ചവർ വരില്ലേ? സർക്കാരിന്റെ ഒരു പ്രോജക്റ്റിൽ അവർ ഉറപ്പായിട്ട് വരും. ഇത് വലിയൊരു ഇവന്റ് ആക്കി മാറ്റിയിട്ട് വേണം ഇത്തരം OTT പ്ലാറ്റ്ഫോമുകൾ റിലീസ് ചെയ്യാൻ. അങ്ങനെ ആകുമ്പോഴാണ് അതിലേക്ക് ആൾക്കാർ വരുള്ളൂ. പക്ഷെ അത് തുടങ്ങി, സാങ്കേതികമായിട്ട് തുടങ്ങി. പക്ഷെ ഒരാൾ പോലും അതിൽ കയറി സിനിമ കാണില്ല. ഇങ്ങനെ ഒരു നല്ല എല്ലാതരം ആശയങ്ങളെയും ഈ ഇടതുപക്ഷ സർക്കാരിനെ ഞാൻ ഈ കാര്യത്തിൽ വളരെയധികം അഭിനന്ദിക്കും. കാരണം അവർ ഇത്രയും വലിയൊരു ഗംഭീര ഒരു ആശയം, ഒരു നല്ല പ്രോജക്റ്റ് കൊണ്ടുവന്നിട്ട് അതിന് കടക്കൽ കത്തി വെക്കുകയാണ് ഇതുപോലുള്ള മനുഷ്യർ ചെയ്യുന്നത്. അത് ആഷിഖ് പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം. ഇതുപോലുള്ള സർക്കാരിന്റെ വീക്ഷണത്തെ ഇടതുപക്ഷത്തിന്റെ ഒരു വലിയ മാതൃകാപരമായ ഒരു പദ്ധതിയുടെ കടക്കൽ അല്ലെങ്കിൽ അതിനെ തുരങ്കം വെക്കുന്ന പരിപാടിയാണ് KSFDCയുടെ ഉദ്യോഗസ്ഥരും അതിനെ തലപ്പത്തിരിക്കുന്നവരും ചെയ്യുന്നത്. അത് വ്യക്തികൾ മാറുമ്പോൾ ചിലപ്പോൾ നന്നാവും, അല്ലെങ്കിൽ ആ സിസ്റ്റത്തിൽ പരിഷ്കരണം കൊണ്ടുവന്നാൽ നന്നാവും. അല്ലാതെ KSFDC മൊത്തം പ്രശ്നമാണെന്നല്ല പറയുന്നത്. അതിൽ തിരുത്തലുകൾ വരുത്താനും അതിനെ ക്രിയേറ്റീവായിട്ട് സിനിമയ്ക്ക് പറ്റുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ സ്വഭാവം അതിന് നിലനിർത്താൻ അവർക്ക് കഴിഞ്ഞില്ലെങ്കിൽ അത് ചലച്ചിത്ര അക്കാദമി ചെയ്യട്ടെ, അല്ലെങ്കിൽ അതിന് വേറെ ആൾക്കാരെ വെക്കട്ടെ. ഇപ്പൊ ഡോക്ടർ ബിജു ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് ഈ പ്രശ്നങ്ങൾ അറിയാം, ഭാഗ്യലക്ഷ്മിക്ക് അറിയാം, കുക്കു പരമേശ്വരൻ അറിയാം, മധുബാലിന് അറിയാം, വി അജിത് കുമാറിന് അറിയാം, ആഷിഖ് കപൂറിന് അറിയാം, ഇവർക്കൊക്കെ ബിജുബാലിന് അറിയാം. ഇവരോടൊക്കെ ഈ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇവർക്കൊക്കെ ഇതിനകത്ത് കൺസേൺസ് ഉണ്ട്. ഇപ്പൊ ഇർഷാദ് ഉൾപ്പെടെയുള്ള ആൾക്കാർ അതിന്റെ എക്സിക്യൂട്ടീവിലുണ്ട്. ഇർഷാദിന് ഈ പ്രശ്നങ്ങൾ അറിയാം. ഇർഷാദ് ഒരു തവണ ഇടപെട്ടതാണ്. ഇർഷാദ് അഭിനയിച്ച സിനിമയും കൂടെയാണ്. ഇത് സിനിമകൾ നാളെ എനിക്ക് ശേഷമുള്ള ആൾക്കാർ ചെയ്യുമ്പോഴും അവർക്ക് കുറച്ചുകൂടെ അവരെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് ഇത് നല്ല രീതിയിൽ ഈ മേഖല, ഇത് സിനിമ എടുക്കാൻ പോയത് ജീവിതത്തിൽ ഒരു വലിയ അബദ്ധമായി പോയെന്ന് തോന്നാത്ത രീതിയിൽ വേണം നമ്മുടെ ഒരു ഫിലിം മേക്കറെ അതിന് വൾണറബിൾ ആക്കി എടുക്കേണ്ടത്. അതിനുവേണ്ടിയാണ് സർക്കാർ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് കൊണ്ടുവന്നത്. സത്യത്തിൽ അരികൊക്കെ എടുത്ത സമയം എന്റെ കളഞ്ഞു എന്നുള്ള രീതിയിലേക്ക്, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ട്രോമ നമ്മളെല്ലാ ഫിലിം മേക്കേഴ്സും, അരുണൊന്നും കുറെ നാളായിട്ട് ഒന്നും ചെയ്യുന്നില്ലായിരുന്നില്ല. കാരണം ആകെ ഫെഡപ്പ് ആയിരിക്കുകയായിരുന്നു. എനിക്ക് ഇവരെല്ലാം അറിയാം, എല്ലാവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഞാൻ പറയുന്നത് KSFDCയുടെ സിനിമ ചെയ്ത ഏതെങ്കിലും ഒരു സംവിധായിക അല്ലെങ്കിൽ സംവിധായകൻ KSFDC ഗംഭീരമായിട്ട് ഞങ്ങളെ പ്രൊമോട്ട് ചെയ്യും, ഞങ്ങളുടെ കൂടെ നിൽക്കും, ഞങ്ങളെ എൻകറേജ് ചെയ്യുകയും ചെയ്തു എന്ന് പറയട്ടെ. ഞാൻ ഈ പറഞ്ഞത് മുഴുവൻ ഞാൻ പിൻവലിക്കാം. എന്റെ അടുത്ത ചോദ്യം അത് തന്നെയായിരുന്നു. KSFDCയിലേക്ക് ഇത്ര വിശ്വസ്തമായിട്ട് അല്ലെങ്കിൽ ഇതിലേക്ക് വന്ന കുറച്ചധികം പുതിയ സംവിധായകർ വരുമ്പോൾ അവസാനം ഇത് മണ്ടത്തരമായി പോയി എന്ന് ഓരോ നിമിഷമെങ്കിലും അല്ലെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും?
പല ഘട്ടങ്ങളിൽ വേണ്ടിയും എല്ലാവർക്കും തോന്നും. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അത് തോന്നാതിരിക്കില്ല എന്നുള്ളതാണ് ഈ പ്രോജക്റ്റ് എടുത്താലുള്ള ഒരു പ്രത്യേകത. കാരണം ഞാൻ കാരണം അതിന് ശേഷം ഫിലിം മേക്കേഴ്സിനോട് സംസാരിക്കാറുണ്ട്. അവർ പോലും പറയുന്നത് ഇത് എന്താണ് ചേട്ടാ, ഇത് എന്താ ഈ നടക്കുന്നത്, ഇത് എവിടേക്കാണ് ഇത് എത്തുക എന്ന് അവർക്ക് യാതൊരു ഐഡിയ ഇല്ല. മനസ്സിലായില്ലേ? ഇത് കുറച്ചുകൂടെ പ്രോപ്പറായിട്ട് കൊണ്ടുപോയാൽ, അതായത് അദ്ദേഹം ഷാജി കരുൺ ഇതിനോടുള്ള മറുപടി പറഞ്ഞത്, ഞാനൊരു കോച്ചിനെ പോലെയാണ് ഇതിനെ അതെ സമീപിച്ചത് എന്നാണ്. ഇത് ഈ പറഞ്ഞു കോച്ചിന്റെ പണി എന്താണ് ശരിക്കും പറഞ്ഞത്? കോച്ച് ഒരു ഫുട്ബോൾ ടീമിന്റെ കോച്ചാണെങ്കിൽ ആ കോച്ച് അതിലെ കളിക്കാരെ മോട്ടിവേറ്റ് ചെയ്യുന്ന ആളാണ്. അവരെ ഡിമോറലൈസ് ചെയ്യുന്ന, അവരെ ഡിസ്കറേജ് ചെയ്യുന്ന, അവരെ മാനസികമായി നശിപ്പിച്ച് കളയുന്ന ഒരു കോച്ചിനെ ഒരു ടീമും ഒരു കളിക്കാരനും ഇഷ്ടപ്പെടില്ല. ഗുസ്തിക്കാരനായിരുന്ന കോച്ചിനെ ബാക്കി ഗുസ്തിക്കാരായിരുന്ന ഒളിമ്പിക്സിനൊക്കെ പോയ ഒരുപാട് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ കൈകാര്യം ചെയ്യുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് ആലോചിക്കണം, അല്ലേ? ബ്രിജ്ഭൂഷൺ സിംഗിനെ കുറിച്ച് നമുക്കറിയാം. അയാൾ ഗുസ്തിയുടെ വലിയ ഗുസ്തി കോച്ചായിരുന്ന ആളാണ്, അല്ലേ? ആ ഗുസ്തിയുടെ അസോസിയേഷന്റെ അധ്യക്ഷനായിരുന്ന ആളാണ്. കളിക്കാർക്ക് അവരെ നശിപ്പിക്കുന്ന കോച്ചുമാരുണ്ടായാൽ ആ കോച്ചുമാർക്ക് എതിരായിട്ട് അവർക്ക് നേരെ വിരൽ ചൂണ്ടുന്ന കളിക്കാരും അത്തരത്തിലുള്ള സ്പോർട്സിലാണെങ്കിലും ഏത് മേഖലയിലാണെങ്കിലും കോച്ചുകൾ മര്യാദക്കല്ലെങ്കിൽ കോച്ചുകൾക്കെതിരെ വിരൽ ചൂണ്ടേണ്ടി വരും. അധ്യാപകർക്കും അത് ബാധകമാണ്. ചെയ്ത അതുകൊണ്ട് രാജ്യം എല്ലാ തന്നെയാണ് കോച്ചുമാരും, ഇന്ത്യ. അതെ അതെ, എല്ലാ കോച്ചുമാരും ഈ പറയുന്ന ഈ പാട്രണൈസിങ് എന്ന് പറയുന്നത് ഒരു ഫ്യൂഡൽ മനോനിലയാണ്. മനസ്സിലായില്ലേ? അത് ചില ആൾക്കാർക്കുണ്ട്. നല്ല അധ്യാപകർ ഒരിക്കലും അയാളുടെ കാരണമാണ് ഒരു നല്ല സ്റ്റുഡന്റ് ആയതെന്ന് അവകാശപ്പെടില്ല. എം എൻ വിജയമാഷ് എവിടെയെങ്കിലും എന്റെ വിദ്യാർത്ഥികളെ മുഴുവൻ ഞാൻ നന്നാക്കി എടുത്തെന്ന് അവകാശപ്പെടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതാണ്, ഒരു നല്ല ടീച്ചറും ഞാൻ കാരണമാണ് ആ കുട്ടികൾ ഉണ്ടായെന്ന് പറയില്ല. അവര് കുട്ടികളുടെ ഒരു സാഹചര്യത്തെ എൻഹാൻസ് ചെയ്യാൻ, അവരെ പ്രൊമോട്ട് ചെയ്യാൻ, അവരെ എൻകറേജ് ചെയ്യാനുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കി കൊടുക്കലാണ് ഒരു കോച്ചിന്റെ കടമ. അവരെ മാനസികമായി നശിപ്പിച്ച് ജീവിതത്തിൽ ഇങ്ങനെ ഒരു പരിപാടിക്ക് വരേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി ഒരു കോച്ചിന്റെ ആവശ്യമില്ല. അങ്ങനെയുള്ള കോച്ചുകളെയാണ് നമ്മൾ ഡൽഹിയില് ഹരിയാനയിലൊക്കെ അത്ലറ്റുകൾ, മറ്റേ ഗുസ്തിക്കാരെല്ലാം പ്രതിഷേധമായിട്ട് ചെന്ന് മെഡൽ വലിച്ചെറിഞ്ഞത് കൈകാര്യം ചെയ്തു. അതുകൊണ്ട് ഈ കോച്ചാണ് ഇത്. മിഡിൽ ക്ലാസിൻ്റെതാണ് ഈ വിവാദം എന്ന് പറയുന്നത്. ഇത് എലീറ്റ് ക്ലാസിൻ്റെതാണ് ഈ പറയുന്ന ഈ അഹങ്കാര ധാർഷ്ട്യമെങ്കിൽ അത് ഒരു എലീറ്റ് ക്ലാസ് ഭാഷയാണ്. മിഡിൽ ക്ലാസ് വിവാദം, ഞങ്ങൾക്ക് പ്രശ്നമുണ്ടെന്ന് പറയുന്നത് മിഡിൽ ക്ലാസിന്റെ വിവാദമാണ്. ഇതൊക്കെ തന്നെ ഈ ഇത്തരത്തിലുള്ള ഇവരുടെ ഈ എന്താ പറയാ അരഗൻസ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ഇപ്പൊ ചലച്ചിത്ര അക്കാദമി അധ്യക്ഷനായിരുന്ന ഒരാൾ IFFKയിൽ വരെ ഈ എതിർപ്പ് പ്രകടിപ്പിച്ച പറയുന്ന അവിടുത്തെ ഓഡിയൻസിനെ വരെ വെല്ലുവിളിക്കുന്ന ഒരു പ്രസംഗം നമ്മൾ മുൻ വർഷങ്ങളിൽ കണ്ടതാണ്. കൂവുന്നവരോട് എത്ര ധാർഷ്ട്യത്തോടെയും വിമർശിക്കുന്നവരോട് എത്ര മോശമായിട്ടാണ് ഇവരൊക്കെ സംസാരിച്ചത്. സംവിധായകൻ രഞ്ജിത്ത് വിനായകനെ എത്ര മ്ലേച്ഛമായ രീതിയിലാണ് അയാളുടെ മറുപടിയെ പ്രതിരോധിച്ചത്. അവിടെ കൂവിയ ആൾക്കാരെ എത്ര മോശമായിട്ടാണ് സമീപിച്ചത്. ആ രഞ്ജിത്ത് ഇപ്പൊ എവിടെ എത്തി നിൽക്കുന്നു എന്നും കൂടെ ആലോചിക്കണം. ഇത്തരം ആളുകൾ എന്തിനാണ് ഈ LDF സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പ് ഇങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കുന്നത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അതാണ് അത് വലിയൊരു പ്രശ്നം. സാംസ്കാരിക വകുപ്പിന് ഇത് മനസ്സിലാവുന്നില്ല. മിനിസ്റ്റർക്ക് ഇത് മനസ്സിലാവുന്നില്ല. ഇവരെല്ലാം ഭയങ്കരമായ എന്തോ വലിയ ആൾക്കാരാണ് എന്നുള്ള. ഇപ്പൊ രഞ്ജിത്ത് ഒരു ഇതിഹാസമാണ് എന്ന് പറഞ്ഞ ആളാണ് സജി ചെറിയാൻ. അപ്പൊ പിന്നെ കൂടുതൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാതിരിക്കുകയായിരിക്കും. അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ രസകരമായിട്ട് തോന്നിയതും ഈ പറയുന്ന ഫിലിം സംവിധായകരാകട്ടെ, അതിലുള്ള ബോർഡിലുള്ള പലരും ഒക്കെ ഇടതുപക്ഷ, അതായത് സംവിധായകർ, ഞാൻ ഉദ്ദേശിക്കുന്നത് ആർട്ടിസ്റ്റുകളും ഫിലിം മേക്കേഴ്സും ഒക്കെ തന്നെ ഈ ഇടതുപക്ഷ സർക്കാരിനെയും അല്ല അവരുടെ പദ്ധതികളെയൊക്കെ ഒരുപാടധികം ഇലക്ഷൻ ക്യാമ്പയിനുകളുടെ സമയത്തൊക്കെ ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള പലരും ഉണ്ട് ഇതിനകത്ത് തന്നെ, നിങ്ങളുടെ ഇടയിൽ തന്നെ. അവരാണ് ഇതിൽ പലരും നേരിടേണ്ടി വരുന്നത്, അല്ലെങ്കിൽ ഇതിലൊരു തീരുമാനം ഇല്ലാണ്ടായി പോകുന്നത് എന്നുള്ളതും വളരെ ഒരു രസകരമായ ഒരു വശം തന്നെയാണ് ഇതിനകത്ത്. പക്ഷെ എന്നിരുന്നാലും നമുക്ക് ഈ കോൺക്ലേവ് ആണ്, അത് എനിക്കത് വളരെ അയർണിയായിട്ട് എനിക്ക് തോന്നുന്നത് പലപ്പോഴും. എന്തൊക്കെ ഒരു നമ്മൾ പറയല്ലോ, എങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞാലും ഇല്ലെങ്കിലും ഒക്കെ അവസാനം പൈസ ഇല്ലാത്തവനും ഇതില്ലാത്തവനും അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കും. പൈസ ഉള്ളവനും പവർ ഉള്ളവനും എന്നും അവിടെ തന്നെ ആയിരിക്കും എന്ന് പറയുന്ന ഒരു ലൂപ്പിൽ. ഇപ്പൊ ഡോക്ടർ ബിജുവിനെ നോക്കൂ, അല്ലെങ്കിൽ ബിജിപാലിനെ നോക്കൂ, അല്ലെങ്കിൽ ഇർഷാദിനെ നോക്കൂ, അല്ലെങ്കിൽ അതുപോലുള്ള ആൾക്കാർ, ആഷിഖ് കപൂറിനെ നോക്കൂ. ഇവരെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ സാംസ്കാരിക ലോകവുമായിട്ടൊക്കെ ബന്ധമുള്ള മനുഷ്യരാണ്. അവർ അതിനുവേണ്ടി അവരുടേതായ രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവരാണ്. ഷാജി കരുണും രഞ്ജിത്തും ഇവിടുത്തെ ഇടതുപക്ഷത്തിന് വേണ്ടി എന്ത് കോൺട്രിബ്യൂഷനാണ് നടത്തിയിട്ടുള്ളത്? അല്ലെങ്കിൽ അവരുടെ പണി അതല്ല എന്നുള്ളത് ശരിയാണ്. അവരുടെ പണി ഫിലിം മേക്കിംഗ് ആണ്. ആ ഫിലിം മേക്കിങ്ങിൽ വന്ന ഒരാൾ, അതിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ഒരാൾ
ഈ റാഗിങ് അനുഭവിച്ച ആൾ പിന്നീട് വരുന്നവരെ റാഗിങ് എന്ന് പറയുന്ന പരിപാടി ഒരു ശരിയായ രീതിയല്ല. അയാൾ ഇനിയെങ്കിലും ആ റാഗിങ് ചെയ്യാതിരിക്കുകയാണ് സാധാരണഗതിയിൽ ചെയ്യേണ്ടത്. നമ്മൾ ഹോസ്റ്റലിൽ ഒരു തവണ റാഗിങ് അനുഭവിച്ചാൽ പിന്നത്തെ പ്രാവശ്യം നമ്മൾ തന്നെ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒട്ടും ഓർഗാനിക് ആയ ഒരു രീതിയല്ല. അതൊക്കെ ഇവർ ഒരുപാട് കഷ്ടപ്പെട്ടവരായിരിക്കും, പക്ഷെ മറ്റുള്ള ആളുകളെ കുറച്ചുകൂടെ കൺസിഡറേറ്റ് ആയിട്ടും ഹ്യൂമൻ ബീയിങ് ആയിട്ടും കാണാൻ കഴിയുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. ഈ സിനിമയെ ഒരാൾ എൻകറേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു സംവിധായകൻ, ഒരു പ്രൊഡ്യൂസർ അല്ലെങ്കിൽ KSFDC ചെയർമാൻ നല്ല രീതിയിൽ എൻകറേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരാളും അങ്ങനെ ഒരാൾക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കില്ല. അതൊരു മനുഷ്യന്മാരുടെ ഒരു രീതിയല്ലേ. നിങ്ങളോട് വളരെ നന്നായിട്ട് ബിഹേവ് ചെയ്ത ഒരു ടീച്ചറെ, നിങ്ങളുടെ ഒരു ചീഫിനെ നിങ്ങൾ തെറി വിളിക്കേണ്ട കാര്യം നിങ്ങൾക്കില്ല. കാരണം അയാൾ നിങ്ങളെ കംഫർട്ടബിൾ ആക്കി, അയാൾ നിങ്ങളെ വർക്കിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്, നിങ്ങളുടെ ഇൻസെക്യൂരിറ്റീനെ അതിനെ മാറ്റാൻ വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തിന് അയാൾക്കെതിരെ ആരോപണം ഉന്നയിക്കും? ചെയ്യില്ല. അതേസമയം നിങ്ങൾക്കുണ്ടായ അനുഭവം, നിങ്ങളുടെ ഓർമ്മ ഒരു ട്രോമാറ്റിക് ആണെങ്കിൽ, നിങ്ങൾക്ക് ഉണ്ടായത് ഇൽ ഫീൽ ആണെങ്കിൽ, സ്വാഭാവികമായിട്ട് നിങ്ങൾ അത് തുറന്നു പറയും. അപ്പോൾ അതുകൊണ്ട് വെറുതെ ഇരിക്കുന്ന ഞങ്ങൾ, വേറെ മറ്റു പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ, ഒരു ഷാജീൻ കരുണിനെതിരെയോ ഒരു രഞ്ജിത്തിനെതിരെയോ ഇങ്ങനെ വെറുതെ പറയാൻ വേണ്ടി, ഒരു അവസരം കിട്ടാൻ വേണ്ടി വരുന്ന ആൾക്കാരല്ല. മറ്റൊന്ന്, എന്റെ കൂടെ ജോലി ചെയ്തവർ ഒരുപാട് ആളുകൾ ഇപ്പോൾ ഇവിടുത്തെ മുഖ്യധാര ന്യൂസ് ചാനലുകളുടെയും പത്രങ്ങളുടെയും ന്യൂസ് എഡിറ്റർമാരോ അല്ലെങ്കിൽ അതിന് അസോസിയേറ്റ് എഡിറ്റർമാരോ ഒക്കെ തന്നെയാണ്. എനിക്ക് ഒരുപാട് സൗഹൃദ ബന്ധങ്ങൾ ഈ മീഡിയയിലുണ്ട്. ഞാൻ വിചാരിച്ചിരുന്നെങ്കിൽ എനിക്കൊരു വാർത്താ സമ്മേളനം വിളിക്കുക എന്ന് പറയുന്നത് വളരെ നിസ്സാരമായ ഒരു കാര്യമാണ്. അതിന് നല്ല പബ്ലിസിറ്റി കൊടുത്ത് വാർത്തകൾ കൊടുക്കുക എന്നുള്ളത്. ഞാൻ സർക്കാരിനെതിരെ ഒരു വാർത്താ സമ്മേളനം വിളിക്കാതിരുന്നത്, സർക്കാരിന് ഈ പ്രോജക്റ്റിൽ ഒരു കൃത്യമായ കാഴ്ചപ്പാട് ഉണ്ടായിരുന്നു. ആ പ്രോജക്റ്റിന്റെ കാഴ്ചപ്പാടിനെ കൂടെ തുരങ്കം വെക്കുന്ന രീതിയിൽ ഒരു വാർത്താ സമ്മേളനമോ ഒരു വിവാദമോ ഉണ്ടാവുകയോ അതിന് രാഷ്ട്രീയമായിട്ട് മറ്റ് വിഭാഗങ്ങൾ ഉപയോഗിക്കുകയോ ഒക്കെ ചെയ്തിട്ട് നാളെ ഒരു കുറച്ച് സ്ത്രീകൾക്ക് സിനിമ ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരം, കുറച്ച് മറ്റ് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഫിലിം ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങൾ, അതിന്റെ ഒരു വിവാദത്തെ തുടർന്ന് ഇല്ലാതായി പോകരുത് എന്നുള്ളത് കൊണ്ടാണ് ഞാനൊരു പ്രസ് മീറ്റ് വിളിക്കാതിരുന്നത്. ഞാൻ തിരുവനന്തപുരത്ത്, എറണാകുളത്ത്, കോഴിക്കോടോ അല്ലെങ്കിൽ ഏതെങ്കിലും ജില്ലയിൽ പ്രസ് മീറ്റ് വിളിച്ചാൽ അത് നന്നായിട്ട് കവർ ചെയ്യിക്കാനും അത് വാർത്തയാക്കാനും ഉള്ള നെറ്റ്വർക്കിലൂടെ തന്നെയല്ലേ നമ്മളെല്ലാവരും ജീവിച്ചത്. എന്റെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ തന്നെയാണ് മിക്കവാറും പത്രങ്ങളിലും ചാനലുകളിലൊക്കെ സീനിയർ പോസ്റ്റുകളിലുള്ളവർ. അപ്പൊ ഇതൊരു പബ്ലിസിറ്റി സ്റ്റണ്ട് അല്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കാരണം അതിന് ആവശ്യമില്ല. അത് ഇവർക്ക് ഇനിയും മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഈഗോ, ഇത്തരം കാര്യങ്ങൾ, ഇവരുടെ ഇത്തരം പെറ്റിനെസ്, അത് അവർക്ക് ഇൻബിൽറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇവർ. അത് ഒരിക്കലും ഇവർ മാറ്റാനുള്ള യാതൊരു സാധ്യതയും ഞാൻ കാണുന്നുമില്ല. ഇപ്പൊ ഈ സിനിമ റിലീസ് ഇപ്പോഴും തടസ്സപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിന്റെ പ്രതികാര നടപടികൾ എന്തായിരിക്കും എന്നുള്ളത് മാത്രമേ ഞാൻ ആലോചിക്കുന്നു. അതിനപ്പുറത്തേക്ക് എനിക്ക് വേറെ ഒന്നും കിട്ടാനൊന്നും പോകുന്നില്ല. പക്ഷെ ഇതേ ആൾക്കാർ തന്നെയാണ് വരുന്ന സർക്കാരിന്റെ കോൺക്ലേവ് അല്ലെങ്കിൽ നയരൂപീകരണ സമിതിയിൽ ചെയർ ചെയ്യുന്നതും ഈ പറയുന്ന അതേ ഷാജി തന്നെയാണ്, അല്ലെ? ഷാജി കരുൺ തന്നെയാണ്. അതിനൊരു അന്ത്യം കാണുന്നുണ്ടോ? അല്ലെങ്കിൽ അത് കോൺക്ലേവ് സംഭവിച്ചാൽ, ഒരു വർഷം മുന്നേ പ്രഖ്യാപിച്ചതാണ് ഇങ്ങനൊരു സംഭവം നടക്കും, അതിനകത്ത് ലൈറ്റ്മാൻ തുടങ്ങി ഡയറക്ടേഴ്സ് എല്ലാവരും ഇതിൽ വന്ന് പങ്കെടുക്കുന്ന ഒരു പരിപാടിയായിരിക്കും, അത് നടക്കും എന്നുള്ളത് കഴിഞ്ഞ വർഷം മന്ത്രി സജി ചെറിയാൻ പറഞ്ഞതാണ്. അതിനി എന്ന് വരും നമുക്കറിയില്ല. ഉണ്ടെങ്കിൽ അതെങ്ങനെ കാണുന്നു? അതിലൊരു അതിന്റെ അപ്പുറവശം ഒരു ആഫ്റ്റർ ഇഫക്റ്റ് കാണുന്നുണ്ടോ സനോജ്? അതായത് ഈ കോൺക്ലേവ്, സർക്കാർ വളരെ പ്രൊഡക്റ്റീവായ സെഷൻ നടത്തുന്നത് എപ്പോഴും കൂടുതൽ ഇത്തരത്തിലുള്ള ഡിസ്കോഴ്സുകൾ നടത്തുന്നത് ഒരു സമൂഹത്തിന്റെ ഒരു ആ രീതിയിൽ വൈഡർ പെർസ്പെക്റ്റീവിൽ ആലോചിച്ചാൽ നല്ലതാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നത് എല്ലാ സമൂഹത്തിലും എല്ലായിടത്തും എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടാവണമെന്ന് പോലും ഇല്ല. സിനിമയെ എൻഹാൻസ് ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള പുതിയ പ്രവണതകളും പുതിയ നീക്കങ്ങളും നല്ലതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇത് ജനങ്ങൾ ഉൾപ്പെടെ ഒരു വർഷം മുന്നേ ഇത് സജി ചെറിയാൻ മന്ത്രി പറഞ്ഞപ്പോൾ തന്നെ ഇത് വളരെ പോസിറ്റീവ് ആയിട്ടാണ് ആൾക്കാർ അതിനെ റിസീവ് ചെയ്തിരിക്കുന്നത്. അതും ഞാൻ മുന്നോട്ട് അത് വളരെ പോസിറ്റീവായ കാര്യമാണ്. പക്ഷേ പ്രശ്നം ഈ എന്താണ് ഇതിനകത്ത് ക്രിയേറ്റീവായിട്ട് പ്രൊഡക്റ്റീവായിട്ട് നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. അതായത് സർക്കാർ ഒരു പ്രപ്പോസൽ, വളരെ പ്രൊഡക്റ്റീവായ, വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു പ്രപ്പോസൽ, ഒരു ക്രിയേറ്റീവ് പ്ലാൻ ഉണ്ടാക്കി കൊടുത്തതിന്റെ ആ മാതൃകാപരമായ പദ്ധതിയാണ് ഈ തരത്തിൽ കുളം തോണ്ടി ഇപ്പൊ കയ്യിൽ വെച്ച് നശിപ്പിച്ചിരിക്കുന്നത്. അതേ ആളുകൾ തന്നെ വീണ്ടും അടുത്ത കാര്യങ്ങളിൽ വലിയ ആളുകളായിട്ട്, അതായത് സർക്കാരിലെ ചില ആളുകളുടെ കാഴ്ചയിൽ ഉള്ള ലോകവും പുറത്തുള്ള മനുഷ്യരുടെ കാഴ്ചയിലുള്ള ലോകവും തമ്മിൽ എന്തോ കാര്യമായ വ്യത്യാസമുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ടായിരിക്കും രഞ്ജിത്തും ഷാജീൻ കരുണും അല്ലെങ്കിൽ വേറെ ആരുമില്ല എന്ന് സാംസ്കാരിക വകുപ്പ് ചിന്തിക്കുന്നതിന്റെ കാരണം.
ഇത് ഈ പരിപാടി അറിയാവുന്ന ലോകത്തിൽ പല വിദേശ മേളകളിൽ സിനിമകൾ പോയിട്ടുള്ള ധാരാളം ഫിലിം മേക്കേഴ്സും അല്ലാത്തവരും ഒക്കെ തന്നെ ഇവിടെ ഉണ്ടല്ലോ. അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് വെച്ചുള്ള അദ്ദേഹത്തിന്റെ സജഷൻസ് ക്രിയേറ്റീവ് ആയിട്ടുള്ള മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനോട് ഞാൻ വിയോജിക്കുന്നൊന്നുമില്ല. ഒരു ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ കേരളത്തിൽ, ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിച്ചുകൊണ്ട് കോൺക്ലേവ് നടത്തുന്നതിനും എനിക്ക് വിയോജിപ്പില്ല. പക്ഷേ നിലവിൽ അദ്ദേഹം ഏറ്റെടുത്ത് നടത്തുന്ന പദ്ധതികളിൽ 6 സിനിമകൾ നിലവിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ 6 സിനിമകളുടെ പ്രൊഡക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ഈ 6 സംവിധായകർക്കും പറയാനുള്ളത് പരാതികൾ മാത്രം. അങ്ങനെ പരാതികൾ വ്യാപകമായി വരുമ്പോൾ അത് എന്തുകൊണ്ടാണ് ഇത്രയും ആളുകൾ ഒരേ സ്വരത്തിൽ ഇത് പറയുന്നത് എന്നുള്ള ഒരു കാര്യം സർക്കാർ അന്വേഷിക്കേണ്ടതല്ലേ? പകരം ഒരിക്കലും നമ്മൾ ഈ ദൈവത്തിൽ വിശ്വസിക്കുന്ന പോലെ ഒരിക്കലും ദൈവം എന്നോട് അങ്ങനെ ചെയ്യില്ല എന്ന് വിശ്വസിക്കുന്ന പോലെ നിങ്ങളൊരു ഫിലിം മേക്കർ ചെയ്യുന്നതെല്ലാം നല്ലതായിരിക്കും എന്ന് സർക്കാർ വിശ്വസിക്കുന്നത്, അത് എന്താ പറയാ, ഒരു മാർക്സിസത്തിന്റെ ഒരു സയന്റിഫിക് ആയ സ്വഭാവത്തിന് തന്നെ വിരുദ്ധമാണ്. അത് ഒരുപക്ഷെ അത് മാർക്സിയൻ ഐഡിയോളജിക്ക് തന്നെ വിരുദ്ധമാണ്. അങ്ങനെ ആളുകളെ അമിതമായി അവരെ സയന്റിഫിക് ആയിട്ട് വിലയിരുത്തണം, അവരുടെ തെറ്റുകൾ അവർക്ക് സംഭവിക്കാം എന്നാണല്ലോ മാർക്സ് പറയുന്നത്. തെറ്റുകൾ തിരുത്തപ്പെടണം എന്നുള്ളത്. അപ്പൊ ഇവരെല്ലാം തെറ്റുകൾക്ക് അതീതരായ, ഇവരെല്ലാം ഭയങ്കര പുണ്യവാളന്മാരാണ് എന്ന് സാംസ്കാരിക വകുപ്പ് ചിന്തിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആരുടെ അടുത്ത് പോയിട്ടാണ് ഈ പരാതി? ഈ സിനിമ ചെയ്തതിന് അതിൻ്റെതായിട്ടുള്ള വേതനം സനോജിന് കിട്ടിയിരുന്നോ, ബാക്കിയുള്ള ആർട്ടിസ്റ്റുകൾക്ക് കിട്ടിയിരുന്നോ? അതായത് ഞാൻ പറയാം, ലക്നൌവിലെ ഷൂട്ട് തുടങ്ങുന്ന സമയത്ത് അതിന്റെ പൈസ വന്നിരുന്നില്ല. അവിടുത്തെ ഷൂട്ടിന്റെ പൈസ വന്നിട്ടില്ല. ആദ്യത്തെ 3 ദിവസം മറ്റോ, ഞങ്ങൾ ചെല്ലുന്നത് 5 ദിവസം മുമ്പോ മറ്റോ ആണ്. ഷൂട്ടിന്റെ തലേദിവസം രാത്രിയോ മറ്റോ ആണ് പൈസ വരുന്നത്. അപ്പൊ നമുക്ക് പ്രിപ്പറേഷൻ നടത്തണ്ടേ? ഇതിന് മുഴുവൻ ഞാനാണ് കടം മേടിക്കുന്നത്, എന്റെ ഫ്രണ്ട്സ് അവിടെ സഹായിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഷാജി സാറ് ഭോപ്പാലിലുള്ള ഏതോ ഒരു പഴയ പ്രായമുള്ള ഒരു ഫിലിം മേക്കിന്റെ ഇതിന്റെ എന്തൊക്കെയോ ചില ഏജൻസികളിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് വിടാം എന്ന് പറഞ്ഞു. ഷൂട്ടിന്റെ തലേദിവസം, അതായത് എല്ലാം ഒരുക്കി കഴിഞ്ഞിട്ട് ഷൂട്ടിന്റെ അന്ന് ഒരാൾ ഭോപ്പാലിൽ നിന്ന് വരുന്നു. അയാൾക്ക് ഡെയിലി ബാറ്റ 10,000 രൂപ, 4 ദിവസത്തെ ഷൂട്ടിന് 40,000 രൂപ. ഈ 40,000 രൂപ കളയാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ പലരുടെ വീടുകളിൽ താമസിക്കുകയാണ്. അത് ഞാൻ റിജക്ട് ചെയ്തു. അത് റിജക്ട് ചെയ്തപ്പോൾ വീണ്ടും ഈഗോ പ്രശ്നമായി. ഞാൻ പറഞ്ഞു വിട്ട, എന്തിനാണ് അങ്ങനെ ഒരാൾ വരണമെങ്കിൽ ഒരാഴ്ച മുമ്പ് അയാൾ വന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അയാൾ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തരണം, പോലീസ് പെർമിഷൻ ഉൾപ്പെടെ, റൂം ഉൾപ്പെടെ, അവിടുത്തെ ക്യാമറ എക്യുപ്മെന്റ്, മറ്റ് ഹെൽപ്പ്, വണ്ടി, അത്തരം കൺവെയൻസും മറ്റു ലോജിസ്റ്റിക്സും ഒരുക്കി തരാനാണ് അങ്ങനെ ഒരാൾക്ക് പൈസ കൊടുക്കുന്നത്. അതെല്ലാം ഞങ്ങൾ തന്നെയാണ് ചെയ്തത്. എന്നിട്ട് പിന്നെ അന്നത്തെ ദിവസം ഒരാൾ അവതരിച്ച് അയാൾക്ക് കുറെ പൈസയും കൊടുത്ത് ഞങ്ങൾ ഇവിടെ ഇത്രയും പൈസ സഫർ ചെയ്ത് അവിടെ തന്നെ ബുക്ക് ചെയ്ത് നിൽക്കുമ്പോൾ ഇത്തരത്തിൽ യാതൊരു ലോജിക്കില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഷൂട്ടിനും ബാറ്റ വൈകുന്നു. ഇതൊക്കെ നേരത്തെ ഫണ്ട് വന്നു കിടക്കുന്ന ഫണ്ടാണ്. ഇത് റോഡ് പണിയല്ല, അല്ലെങ്കിൽ ഇത് വീട് പണിയല്ല എന്നുള്ളത് ഈ പ്രോജക്റ്റുകൾ നടപ്പാക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒരു ബേസിക് കാര്യമാണ്. പക്ഷെ അത് ഫിലിം മേക്കേഴ്സ് ആയ ആൾക്കാർക്ക് അത് അവരത് മറന്നു പോവുകയോ മറക്കുന്നത് പോലെ പെരുമാറുകയോ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് ഇവർ മനസ്സിലാക്കാത്തവരൊന്നുമല്ല. ഇവരുടെ സെറ്റിലാണ് ഈ സിനിമയുടെ അനുഭവമെങ്കിൽ ഇവരിത് സമ്മതിക്കില്ല. നിങ്ങൾ എന്തിനാണ് നല്ല ടെക്നീഷ്യനെ വെക്കുന്നത്? നിങ്ങൾ എന്തിനാണ് നല്ല 2 ക്യാമറകൾ ഉപയോഗിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് ഓരോരുത്തരുടെ ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുന്ന അതേ ഷാജിയൻ കരുണാണ് സക്കീർ ഹുസൈനെ കൊണ്ട് വാനപ്രസ്ഥത്തിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യിക്കുന്നു. 1000 ചെണ്ടകൾ വെച്ചിട്ട് മ്യൂസിക് ഉണ്ടാക്കുന്നു. സുഹാസിനിയെ കൊണ്ടുവന്ന് അഭിനയിപ്പിക്കുന്നു, അല്ലെങ്കിൽ വിദേശത്ത് നിന്നുള്ള ക്യാമറകൾ എത്തിക്കുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ സിനിമ നന്നാണ്. കമാലിനി മുഖർജിയെ കൊണ്ടുവന്ന് കുട്ടിസ്രാങ്കിൽ അഭിനയിപ്പിക്കുന്നു. ഇവിടെ നടിമാരില്ലാഞ്ഞിട്ടല്ലല്ലോ. അപ്പൊ ആ ക്യാരക്ടറിന് അവർ വേണം എന്ന് അദ്ദേഹത്തിലെ സംവിധായകന് അറിയാം. ഇപ്പൊ ഇവർക്ക് സിനിമകൾ ചെയ്യുമ്പോൾ ഇവർക്ക് അതിന്റെ പെർഫെക്ഷനിസം കൃത്യമായിട്ട് എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് അറിയാം. അതിന്റെ എസ്തെറ്റിക്സ് എന്തായിരിക്കണം എന്ന് നിശ്ചയമുണ്ട്. നമ്മൾ സിനിമയ്ക്ക് വേണ്ടി ആർട്ടിസ്റ്റുകളെയോ ടെക്നീഷ്യന്മാരെയോ ഫിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ വല്ല കാര്യമുണ്ടോ? കുറച്ച് ആൾക്കാരെ വിളിച്ച് എങ്ങനെയും അങ്ങ് തീർത്താൽ പോലെ. ഇതാണ് ഇതിനകത്ത് ഈ പറയുന്ന അപ്പാർത്തൈഡ് എന്ന് പറയുന്ന ഒരു സാധനം. ഇതിനകത്ത് ഈ പറയുന്ന നമ്മൾ അത് എങ്ങനെയാണ് അവർ അതിനകത്ത് ഒരു ഡിവിഷൻ കൊണ്ടുവരുന്നത് എന്നുള്ളത്, അതാണ് അതിനകത്തെ പ്രശ്നം. എന്താണേലും ഇത് ഒരു കോൺക്ലേവിന് ശേഷം ഇത് എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. ഇത് എന്താണ്, എങ്ങോട്ട് പോകുന്നൊന്നും സത്യം പറഞ്ഞ ഇരിക്കുന്ന നമുക്ക് മാധ്യമപ്രവർത്തകർക്കും വലിയ ഐഡിയ ഇല്ലാതെ തന്നെയാണ്. എന്തായാലും ഒരുപാട് ഈ പുറത്തുള്ള നമ്മൾ ഈ സർക്കാരിന്റെ ഇവിടുത്തെ ആളുകളെയും കാണുന്നതും അവര് നമ്മളെ കാണുന്നതും തമ്മിൽ എന്തോ വലിയ വ്യത്യാസമുണ്ടെന്ന് ഞാൻ പറയാൻ കാരണമാണ്. കാരണം ഈ ഇടതുപക്ഷത്തെ ഈ സർക്കാരിന്റെ ഈ മിനിസ്റ്റേഴ്സ് ആണെങ്കിലും ഇടതുപക്ഷത്തെ തന്നെയുള്ള പലരുമായിട്ടൊക്കെ നമുക്ക് വളരെയധികം സൗഹൃദങ്ങളുള്ളവരും നമുക്ക് നേരത്തെ അറിയാവുന്നവരും ഒക്കെ തന്നെയാണ്. നമ്മൾ ഈ കാര്യങ്ങൾ നിരന്തരം ആവശ്യപ്പെടുമ്പോഴും, ഇപ്പൊ ആഷിഖ് ഉൾപ്പെടെ എല്ലാവരും പറയുമ്പോഴും അത് മാത്രം അവരുടെ ചെവിയിലേക്ക് വരാതിരിക്കുകയും അവർ കാണുന്ന റിയാലിറ്റി വേറെയും നമ്മൾ അനുഭവിക്കുന്ന റിയാലിറ്റിയും വേറെയാണെന്ന് പറയുന്നതിൽ എന്തോ പ്രശ്നമുണ്ട്. അത് സർക്കാർ പരിഹരിച്ചില്ലെങ്കിൽ ഇത് വലിയ രീതിയിലുള്ള ഇതൊരു വലിയ പ്രശ്നമായിട്ട് മാറും എന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായും. Illegal bans have far-reaching and
traumatic effects, often more severe than we realize. And as I frequently emphasize, we remain committed to reporting on and discussing the HEMA committee report in every way possible. To our audience, don't forget to subscribe to our YouTube channel and follow us on Instagram and X for continuous coverage. We have been following the HEMA committee report since day one because it addresses critical issues that have the potential to bring meaningful change to the film industry. Your support is invaluable. Please subscribe, and we welcome your comments and suggestions. Together, we can grow and improve. Thank you for being with us. Thank you, Sanoj. ഒരുപാട് നന്ദി. ഇത് ഇവിടെ നിൽക്കുന്നില്ല ഈ ഡിസ്കഷൻ ഒന്നും, പക്ഷെ സമയപരിമിതികൾ ഉള്ളതുകൊണ്ട് നമ്മൾ ഇവിടെ അതിനെ അങ്ങനെ അങ്ങ് ഒതുക്കുകയാണ്. നോക്കാം ഇത് എങ്ങോട്ട് പോകുന്നു എന്ന്. ഒരുപാട് നന്ദി. താങ്ക് യു.